വളരെ കൗതുകപൂർവ്വപൂർണമായിട്ടാണ് ഞാനിങ്ങനെ ഒരു പരിപാടി ഏറ്റെടുത്തത്. ചങ്ങമ്പുഴയെ പറ്റിയിട്ട് ആധികാരികമായി പറയാനുള്ള ആഴത്തിൽ ആസ്വദിച്ച ഒരാളാണ്, പഠിച്ച ഒരാളല്ല ഞാൻ. അപ്പോൾ ചങ്ങമ്പുഴയെക്കുറിച്ച് പ്രസംഗിക്കാനല്ല വിളിക്കുന്നതെന്ന് പറഞ്ഞു. പാട്ടുകളെക്കുറിച്ചും കവിതകളെക്കുറിച്ചും സംസാരിക്കാനാണ് വിളിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതിൽ പിന്നെ ഒരു പ്രശ്നമില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇവിടെ എനിക്കറിയാം, സദസ്സിലിരിക്കുന്നവരിൽ പലരും ചങ്ങമ്പുഴയെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചവരാണ്. എൻ്റെ നാട്ടിലൊരു പഴയ ചൊല്ലുണ്ട്, കടപ്പുറത്ത് പൂഴിയിറക്കാൻ പോവുകയാണ്, കടക്കരയിൽ പൂഴിയിറക്കാൻ പോയിട്ടുണ്ടോ എന്ന്. അതുപോലെ ഇവിടെ ചങ്ങമ്പുഴയെക്കുറിച്ച് നന്നായി അറിയുന്ന ഒരുപാട് ആളുകളുടെ മുന്നിൽ ചങ്ങമ്പുഴയെക്കുറിച്ച് സംസാരിക്കുക അല്ല. നമ്മുടെ മനുഷ്യ സംസ്കാരവും നമ്മുടെ ജീവിതവും, പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ സംസ്കാരവും പാട്ടുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഈ പാട്ടുകൾ, ചങ്ങമ്പുഴ കവിതകളുടെ പ്രത്യേകത അതിൻ്റെ ഗാനാത്മകതയാണ്. അതിൻ്റെ വാക്കുകളെ ആവർത്തിച്ച്, ഇപ്പോൾ ഇവിടെ ചൊല്ലിയ ആ കവിതയിലെ അവസാനത്തെ രണ്ടിങ്ങിയുണ്ടല്ലോ, അവസാനത്തെ കനകച്ചിലങ്ക കിലുങ്ങി ങ എന്ന കൂട്ടക്ഷരം, ഈ കൂട്ടക്ഷരത്തിൻ്റെ മനോഹാരിത ഉപയോഗിച്ചിട്ടാണ് ചങ്ങമ്പുഴ മാത്രമല്ല പി ഭാസ്കരനും മലയാളികളെ കയ്യിലെടുത്തത്. കൂട്ടക്ഷരത്തിൻ്റെ ആഴം. മഞ്ഞേണി എന്ന ഇഞ്ഞേൻ്റെ ഇഞ്ഞ മറ്റൊരാൾക്കും അത് അവതരിപ്പിക്കാൻ പറ്റില്ല, അത്രയും ആഴത്തിലാണ് ഇഞ്ഞ. അത്തരത്തിൽ ഒരുപാട് കൂട്ടക്ഷരങ്ങളും അക്ഷരപ്രയോഗങ്ങളുമുള്ള സമ്പത്താണ് നമ്മുടെ മലയാള ഭാഷയിലെ അക്ഷരങ്ങൾക്കുള്ളത്. അപ്പോൾ ഈ പാട്ടുകൾ, ഈ ശബ്ദത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ഭാരതത്തിലെ സംസ്കാരം തന്നെ രൂപപ്പെട്ടത്. ശബ്ദത്തെ കേന്ദ്രീകരിച്ചു. ഹിന്ദുമതത്തിൻ്റെ പേരിലായിട്ട് ഓംകാരത്തെ ഉപയോഗിക്കുന്നവരുണ്ട്. സത്യത്തിൽ ഹിന്ദുമതം ഉണ്ടാകുന്നതിന് മുമ്പ് ഓം എന്ന ശബ്ദം ഇവിടെ ആളുകൾ ഉച്ചരിക്കാനും അതിനെ വ്യാഖ്യാനിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അതിന് ഓം എന്ന ശബ്ദമുണ്ടായിട്ട് ഏറെ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഹിന്ദു എന്ന വാക്ക് തന്നെ ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ ബ്രാക്കറ്റിനുള്ളിലേക്ക് ഒതുക്കിയിട്ട് ആ മതത്തിൽപ്പെട്ടവരോ അല്ലാത്തവരോ കാണരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നാദം ശൂന്യതയിൽ ആദ്യം അമൃതം വർഷിച്ച നാളിൽ എന്ന വയലാറിൻ്റെ സർഗസംഗീതത്തിലെ വരി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ശൂന്യതയിൽ നാദമാണ്. നാദത്തെക്കുറിച്ച് ബൈബിളിലും പറയുന്നുണ്ടല്ലോ. വയലാർ രാമവർമ്മ എഴുതുകയും അദ്ദേഹം തന്നെ അഭിനയിക്കുകയും ചെയ്തൊരു പാട്ടുണ്ട്, പലരും കണ്ടിട്ടുണ്ടാവും. വയലാർ രാമവർമ്മ എഴുതി അഭിനയിച്ചൊരു പാട്ടുണ്ട്. ആദിയിൽ വചനമുണ്ടായി, ആദിയിൽ വചനമുണ്ടായി, ആ വചനം രൂപമായി, ആദിയിൽ വചനമുണ്ടായി എന്ന പാട്ട് വയലാർ തന്നെ അഭിനയിച്ചതാണ്. ഇത് ബൈബിളാണ്. നാദമാണ് ആദ്യമുണ്ടായത് എന്നാണ്. നാദം ശൂന്യതയിലാണ്, ശൂന്യതയിൽ നിന്നാണ്. ഭാരത സംസ്കാരം ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ അംകാരമായതിന് താൻ തന്നെ സാക്ഷിയത് ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപ ഹരിനാരായണ എന്ന് ഹരിനാമകീർത്തനത്തിലും പറയുന്നു. ഈ ഓംകാരത്തെ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്. ഞാൻ വേദങ്ങളും ഉപനിഷത്തുകളും എന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ വന്നു. അതിൽ എൻ്റെ ചില ചിന്തകൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ചിന്മയ കോളേജിലാണ് പരിപാടി നടത്തിയത്. അവിടെ ഞാൻ നോക്കുമ്പോൾ എല്ലാം വലിയ ഇതിനെപ്പറ്റിയൊക്കെ പാരംഗതരായിരിക്കുന്ന മനുഷ്യരാണ്. അവരുടെ മുന്നിൽ എങ്ങനെയാണ് ഞാനിത് പറയാ? അപ്പം ഞാൻ ഓംകാരത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുന്നവരൊന്ന് കൈവക്കാൻ പറഞ്ഞു. ആരും ഒന്നും അനങ്ങുന്നില്ല. അപ്പോൾ ഒരു പയ്യൻ എഴുന്നേറ്റ് വന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് ഓംകാരത്തിൻ്റെ അർത്ഥം? അപ്പോൾ അവൻ പറഞ്ഞത്, ദൈവത്തെ ഡൗൺലോഡാക്കുന്ന പാസ്വേഡാണ് ഓം. അതാണ് പുതിയ തലമുറ മനസ്സിലാക്കി വെച്ചത്. ഓം നമശിവായ എന്ന് പറഞ്ഞാൽ ശിവൻ ഡൗൺലോഡായി, ഓം നാരായണായ എന്ന് പറഞ്ഞാൽ വിഷ്ണു ഡൗൺലോഡായി എന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നാദമാണ്. എപ്പോഴാണ് ഈ നാദവും ഒച്ചയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായത്? ആ ഒച്ചയിൽ നിന്ന് നാദത്തിലേക്കുള്ള മാറ്റമാണ് മനുഷ്യൻ്റെ ഉൽപ്പത്തി. അറിയണം,
ശാരീരികമായിട്ട് കുരങ്ങൻ്റെയും പൂർവികരിൽ നിന്ന് നമുക്കും കുരങ്ങന് ഒരു പൊതു പൂർവികരിൽ നിന്ന് നമ്മൾ മാറി വരുന്നത് ഒരു കാലം. ഇതിഹാസങ്ങൾ ജനിക്കും മുമ്പേ ഈശ്വരൻ ജനിക്കും മുമ്പേ എന്ന കാലം. അന്ന് ഓം നമഃ ശിവായ എന്നോ അല്ലാഹു അക്ബർ എന്നോ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെന്നോ ആരും പ്രാർത്ഥിച്ചിരുന്നില്ല. പള്ളിയില്ല, അമ്പലമില്ല, ഒന്നുമില്ല. വാക്കുകളില്ല. ദൈവം എന്ന വാക്ക് പോലുമില്ല. അല്ലാഹു എന്ന വാക്കില്ല. പടച്ചോനെന്നോ കർത്താവെന്നോ വാക്കില്ല. ആ വാക്കുകളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ്, ഈ ഭൂമിക്ക് ഭൂമി എന്ന് പേരുണ്ടാകുന്നതിന് മുമ്പ്, മനുഷ്യന് മനുഷ്യനെന്നും ഈ ചരാചരങ്ങൾക്കൊന്നും പേരില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു അല്ലേ? ആർക്കും പേരില്ല. പേരിട്ടത് നമ്മളാണല്ലോ എല്ലാത്തിനും. നമുക്കും മറ്റുള്ളവർക്കും പേരിട്ടത് നമ്മൾ തന്നെയാണ്. ആ കാലഘട്ടത്തിൽ, ഇന്ന് ആ കാലഘട്ടത്തിൽ ഹോമോസോപ്പിയൻസ് എന്നൊക്കെ വിളിക്കുന്നൊരു കാലഘട്ടത്തിൽ ജാതിമത ഭേദമില്ലാതെ മനുഷ്യൻ കാട്ടാളനായിട്ട് നടക്കുന്നു. കാട്ടിൻ്റെ ആളായതുകൊണ്ട് കാട്ടാളൻ, അത്രയേ ഉള്ളൂ. ആ നടക്കുന്ന കാലത്ത് രണ്ട് ജാതി ഉണ്ടായിരുന്നു. ഏതാണ് ആ രണ്ട് ജാതി? ആണുജാതിയും പെണ്ണുജാതിയും. അത് പ്രകൃതിയിൽ എല്ലാറ്റിലും ഉണ്ടല്ലോ. ഈ ആണുജാതിയും പെണ്ണുജാതിയും ആകർഷിക്കുവാൻ, പരസ്പരം ആകർഷിക്കുവാൻ ഉള്ള ഗന്ധങ്ങളും ശബ്ദങ്ങളുമായിട്ടാണ് ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ സർഗാത്മകതയുണ്ടായത്. പ്രണയത്തിന് വേണ്ടിയിട്ടാണ് നാദമുണ്ടായതെന്നർത്ഥം. ആണുജാതിയും പെണ്ണുജാതിയും പരസ്പരം ആകർഷിക്കുവാനുള്ള ഗന്ധങ്ങളും ശബ്ദങ്ങളുമായിട്ട്. അന്ന് അവരുടെ ജോലി കൃഷിയില്ല, വീടില്ല, സ്കൂളില്ല, ഒന്നുമില്ല. രാവിലെ എഴുന്നേറ്റ മൃഗങ്ങളെപ്പോലെ വിസർജനം നടത്തുക, തിന്നാൻ എന്താ കിട്ടുക നോക്കുക, വയറ് നിറഞ്ഞ ആടെ കിടന്നുറങ്ങും. തിരിച്ചുപോക്കില്ല. കാരണം ഭൂമിക്ക് അളവോ അതിരോ ഇല്ല. തൻ്റെ ഇടമില്ലല്ലോ. തൻ്റെ ഇടമെന്ന വാക്കുണ്ടായത് തൻ്റേതായ ഒരു ഇടമുണ്ടായത് കൊണ്ടാണ്. തൻ്റേതായ ഇടമില്ല. എത്തിയെടുത്ത് കിടക്കും. വീണയിടം വിഷ്ണു ലോകം, പിറ്റേന്ന് നടക്കും. അങ്ങനെ ഈ ഭൂമി മുഴുവൻ, ആഫ്രിക്കയിലുണ്ടായ ആ ഹോമോസോപ്പിയൻസ് ഭൂമി മുഴുവൻ ഭക്ഷണം തേടി, മത്സ്യത്തെ തേടി, മൃഗങ്ങളെ തേടി നടന്നിട്ടാണ് ഈ ഭൂമിയിൽ എല്ലാ വൻകരയിലും ഈ വിഭാഗങ്ങൾ എത്തിയതെന്നാണ് പറയുന്നത്. അങ്ങനെ നടക്കുന്ന കാലത്ത് ഇടയ്ക്ക് പെണ്ണിന് ആണിൻ്റെ കൂടെ പോകാൻ കഴിയില്ല. അതിൻ്റെ കാരണം കുഞ്ഞുണ്ണി മാഷ് ഒരു കവിതയാണ്. ആണിൻ്റെ അമ്മ പെണ്ണ്, പെണ്ണിൻ്റെ അമ്മയെ പെണ്ണ്, ഇതെന്ത് നീതി ഇതെന്ത് ന്യായം, ഒരു കവിതയാണ്. ആണിനെ പെറ്റതും പെണ്ണിനെ പെറ്റതും പെണ്ണാണ്. അവൾക്ക് ഗർഭം ധരിക്കാനും പ്രസവിക്കാനും മുലയൂട്ടാനും കഴിയൂ. അപ്പം വൃക്ഷങ്ങളുടെ മേലെ കയറിയിട്ട് കുലുക്കി പറിച്ചു തിന്നാനും എറിഞ്ഞിട്ട് തിന്നാനും മൃഗങ്ങളുടെ പിറകെ ഓടി കൊന്നു തിന്നാനും വേണ്ടിയായിരുന്നു അന്നത്തെ പരിശ്രമങ്ങളെല്ലാം നടത്തിയിരുന്നു. ഈ ഗർഭിണിക്കും ഈ കുഞ്ഞിനെ എടുക്കുന്നവൾക്കും ഈ മൃഗങ്ങളുടെ പിറകെ പോകാനും വൃക്ഷത്തിൻ്റെ മേലെ കയറാനും പറ്റാത്തതുകൊണ്ട് അവൾ എവിടെയെങ്കിലും ഗുഹയ്ക്കകത്തോ പാറമടക്കുള്ളിലോ വിശ്രമിക്കുമ്പോൾ ബാക്കി കാട്ടാളന്മാർ ഭക്ഷണം തേടിപ്പോയി അവർക്ക് കിട്ടിയ ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക്, ആ പങ്ക് അവർ ഗുഹയ്ക്കകത്ത് അവർ തിന്നതിൻ്റെ ബാക്കി അവൾക്ക് കൊണ്ടു കഴിഞ്ഞിട്ട് അവളത് തിന്നാൽ ആ പഴത്തിൻ്റെ അകത്ത് കുരുവും തൊലിയും ഉണ്ടല്ലോ, അകത്ത് കുരുവും പുറത്ത് തൊലിയും ഉണ്ടല്ലോ. അത് പല്ലിന് പിടിക്കാത്തതാണ്, കുരു രുചിയില്ലാത്തതാണ്, തൊലിയും കയക്കുന്നതാണ്. അതുകൊണ്ട് അത് വലിച്ചെറിയും പുറത്തേക്ക്. അന്ന് ചവിട്ടുമ്പോൾ തുറക്കുന്ന മൂടിയുള്ള പാത്രമൊന്നുമില്ല. ചവിട്ടുമ്പോൾ തുറക്കുന്ന മൂടിയുള്ള പാത്രം എല്ലാ വീട്ടിലും ഇപ്പോൾ ഉണ്ടല്ലോ. അതൊന്നും ഇല്ലല്ലോ. സൂക്ഷിച്ചു വെക്കാൻ വേസ്റ്റ് ബോക്സ് ഇല്ല. വലിച്ചെറിഞ്ഞിട്ട് അടുത്ത ഭക്ഷണം വരുന്നുണ്ടോ എന്ന് ഗുഹാമുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ വെളിച്ചത്തിലേക്ക് നോക്കിയിരിക്കുകയാണ്. വെളിച്ചത്തിലേക്ക് നോക്കിയിരിക്കുക എന്ന് പറയുന്നത് ജീവജാലങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. വെളിച്ചമുള്ളിടത്ത് നമ്മൾ നോക്കും സ്വാഭാവികമായി. നിങ്ങളുടെ വീട്ടിൽ വിരുന്നുകാർ വന്നാൽ, അല്ല വീട്ടിൽ ആരും വർത്തമാനം പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ മൊബൈൽ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ, TV നോക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കുറ്റമല്ല, അത് പ്രകൃതിയുടെ അടിസ്ഥാന ഭാവം. വെളിച്ചം കൂടുതലുള്ളതിടത്തേക്ക് നമ്മുടെ കണ്ണ് ഓടുമെന്നതാണ്. അച്ഛൻ്റെ അമ്മയുടെ മുഖത്തുള്ള വെളിച്ചം എന്ന് പറയുന്നത് അതിൽ നിന്ന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതല്ല, പുറത്തുള്ള വെളിച്ചത്തിൻ്റെ റിഫ്ലക്ഷനാണ്. പക്ഷെ മൊബൈൽ ഫോണിലും TV-യിലുള്ള വെളിച്ചം പിക്ചർ ട്യൂബിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. അതുകൊണ്ട് കണ്ണിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക TV-യിലും മൊബൈൽ ഫോണിലും ആയിരിക്കും. അതുകൊണ്ട് വർത്തമാനം പറയുമ്പോൾ കുട്ടികൾ മൊബൈലിലും TV-യിലും നോക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കുറ്റമല്ല, അവരുടെ സ്വഭാവദൂഷ്യമല്ല, അത് സ്വാഭാവികമായ ഒരു ചലനമാണ്. ഒറ്റ മാർഗ്ഗമേയുള്ളൂ, ഇത് ദൂരെ വെച്ചിട്ട് അല്ലെ TV പൂട്ടിയിട്ട് മാത്രമേ വർത്തമാനം പറയാവൂ വീട്ടിൽ നിന്നും. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും TV വെച്ചിട്ടാണ് നമ്മുടെ വീടുകളിൽ വർത്തമാനം പറയുന്നത് അല്ലേ. അതിനും കുഞ്ഞുണ്ണി മാഷ് ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. വായിലേക്കുള്ള വഴി കൈക്ക് കാണാ പാഠം,
വായിൽ നിന്നുള്ള വഴി നാവിനു തെറ്റുന്നു മിക്കപ്പോഴും. വായിലേക്കുള്ള വഴി കൈക്ക് കാണാപ്പാടാണ്. രാത്രിയിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കരണ്ട് പോയാൽ ആരും വായ കാണാഞ്ഞിട്ട് ചോറ് വാരി ചെവി കൊണ്ടാച്ചിട്ടില്ല. വായിലേക്കുള്ള വഴി കാണാപ്പാടാണ്. അപ്പോൾ ടി വിയിൽ നോക്കി ഇത് തിന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് കൂറ വീണാൽ അത് മുളകാണെന്ന് വിചാരിച്ച് ചാലിച്ച് കൂട്ടുന്നതും ചെയ്യും. അതുകൊണ്ട് ഇത് പൂട്ടിയിട്ട് വർത്തമാനം പറയുന്ന വീടുകളുണ്ടാവണം. മൊബൈൽ ഫോണും ടി വിയും വർത്തമാനം പറയുന്നിടത്ത് പ്രവേശിക്കാൻ അനുവദിക്കരുത്. കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രകാശമുള്ളിടത്തേക്ക് നോക്കും. എലിപ്പത്തായത്തിന്റെ സാങ്കേതിക വിദ്യ എന്താണ്? മരം കൊണ്ടുണ്ടാക്കിയ എലിപ്പത്തായം രാത്രി തന്നെ എലിക്ക് ഒറ്റ രാത്രി കൊണ്ട് അത് കരണ്ട് മുറിച്ച് പുറത്തു കടക്കാൻ കഴിയും. പക്ഷേ അത് ശ്രമിക്കാതിരിക്കാൻ വേണ്ടി അന്നത്തെ ആശാരിമാരുണ്ടാക്കി വെച്ചിരിക്കുന്ന എലിപ്പത്തായത്തിന്റെ ഒരു ഭാഗത്ത് കമ്പിയിട്ടിരിക്കുന്നത് കൊലരുന്നത് വരെ വെളിച്ചവും നോക്കിയിരിക്കാനാണ്. അല്പം വെളിച്ചം കിട്ടുമല്ലോ. തുരക്കാൻ നോക്കാതെ ഈ വെളിച്ചം നോക്കിയിരിക്കും. അപ്പോഴേക്ക് ആള് കാണും. അതിനു വേണ്ടിയാ വെളിച്ചത്തോട്. പുഴയുടെ അരികിലുള്ള വൃക്ഷക്കൊമ്പുകൾ അല്ലെങ്കിൽ തെങ്ങ് പുഴയിലേക്ക് ചായുന്നത് വെളിച്ചത്തോടുള്ള ആഭിമുഖ്യം കൊണ്ടാണ്. വീടിൻ്റെ അടുത്ത് നട്ടിരിക്കുന്ന വൃക്ഷം വീട്ടിലേക്ക് എപ്പോഴും ചായുന്നത് വീടിൻ്റെ മേലെ മറ്റ് സസ്യങ്ങളില്ലാതെ വെളിച്ചമുള്ളത് കൊണ്ടാണ്. ഞാൻ ഈ വെളിച്ചവും നാദവും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വിശദമായി പറയുന്നത്. ഈ വെളിച്ചത്തിലേക്ക് നോക്കുക. അപ്പൊ ഗുഹാമുഖത്ത് വെളിച്ചമുള്ളത് കൊണ്ട് ആ വെളിച്ചത്തിലേക്ക് നോക്കിയിരിക്കുകയാണ് ഈ കാട്ടാളത്തി. നമുക്ക് കാട്ടാളത്തി നിന്ന് വിളിക്കാം. ഇന്ന് നമുക്ക് വിളിക്കാം. അപ്പൊ പുറത്ത് മഴ പെയ്തിട്ട് ഇവൾ പുറത്തേക്ക് എറിഞ്ഞ കുരു കുതിർന്ന് ആ കുതിർന്ന കുരുവിൽ നിന്ന് മാണി സാറിന്റെ ചിഹ്നം പൊങ്ങി വന്നു. 2 ഇല പൊങ്ങി വന്നു. മനസ്സിലായോ? 2 ഇല പൊങ്ങി വന്നു. ആ 2 ഇല 4 ഇല 8 ഇലയായി ഇങ്ങനെ മാറുമ്പോ ആ ഇലയിൽ തന്നെ ഇവൾ സൂക്ഷിച്ചു നോക്കുകയാണ്. കാരണം അവൾക്കന്ന് വേറെ ഒരു പണിയില്ല. ഫേസ്ബുക്കും വാട്സപ്പും ഒന്നും ഇല്ല എന്ന് മാത്രമല്ല, അടിച്ചു വാരണ്ട വീടില്ല, വസ്ത്രം കഴുകണ്ട വസ്ത്രമില്ല, പാത്രം കഴുകണ്ട പാചകമില്ല. 12 മണിക്കൂർ അന്നുമുണ്ട് അല്ലേ? പകലിന് അന്നും 12 മണിക്കൂറുണ്ട്. സമയം തളം കെട്ടിക്കിടക്കുകയാണ്. ഈ തളം കെട്ടിക്കിടക്കുന്ന സമയമാണ് കാവ്യത്തെ സൃഷ്ടിക്കുന്നതെന്ന് നിങ്ങൾ അറിയുമോ? കാവ്യത്തെ സൃഷ്ടിക്കുന്നതിന് സമയം വേണം. രാമായണവും മഹാഭാരതവും എഴുതുന്ന കാലത്ത് കമ്പ്യൂട്ടറില്ല, ഭൂമി സൂര്യനെ ചുറ്റുന്നു എന്ന സത്യം അറിയില്ല. എന്നിട്ടും അതുപോലെ ഒന്നും ഇന്ന് എഴുതാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അന്ന് സമയമുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് നേരമില്ല എന്നതാണ്, സാവകാശമില്ല എന്നതാണ്. സമയം ഒരു പ്രധാന ഘടകമാണ്. അപ്പൊ ഈ 12 മണിക്കൂർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവളുടെ മനസ്സിൽ ആദ്യത്തെ ചിന്തയുണ്ട് പൊട്ടിമുളക്കുന്നത്. ആദ്യത്തെ ചിന്ത എന്താണെന്നറിയുമോ? ഉപമയാണ് ആദ്യത്തെ ചിന്ത. എന്താണ് ഉപമ? ഈ കുരുവിൽ നിന്ന് പുറത്തു വന്ന ഇലയും ഈ കുരു പഴം പറിച്ചെടുത്ത വൃക്ഷത്തിന്റെ ഇലയും സെയിമാണ്. അത് തന്നെ ഇത് എന്ന് പറഞ്ഞാൽ കുരുവിനകത്ത് മരമുണ്ടെന്ന അറിവാണ് ആദ്യത്തെ അറിവ്. നട്ട മുളക്കുമെന്ന അറിവാണ് ആദ്യത്തെ അറിവ്. അറിവതാ നട്ട മുളക്കും. ഈ അറിവിന്റെ ഒരു പ്രത്യേകത പ്രകാശമാണല്ലോ. വിദ്യുത് ശക്തി, വിദ്യുത്ത്, തടിത്ത്, സൗമിനി, സൗദാമിനി, ഇടിമിന്നലിന്റെ പര്യായമാണ്. വിദ്യുത്ത് എന്ന് പറഞ്ഞാൽ പ്രകാശമെന്നാണ് അർത്ഥം. വിദ്യുത്ത് പ്രകാശത്തിന്റെ ഒരു പ്രശ്നം, നിങ്ങളുടെ വീട്ടിന്റെ വരാന്തയിൽ ഒരു ബൾബിട്ടാൽ ആ ബൾബിന് നിങ്ങളുടെ വീടിന്റെ മതില് വരെയേ പോകാൻ പാടുള്ളൂ എന്ന് നിങ്ങൾക്ക് നിബന്ധന വെക്കാൻ പറ്റില്ല. അതിനാവുന്നത്ര ദൂരം പോവും. പ്രകാശത്തെ പിടിച്ചു വെക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ പ്രകാശം തന്നെയാണ് ഒരു പുതിയ അറിവ്. നമുക്കൊരു പുതിയ അറിവുണ്ടായാൽ, ഒരു പുതിയ രഹസ്യം അറിഞ്ഞാൽ അത് ആരോടൊക്കെ പറഞ്ഞില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. രസതന്ത്രം എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ സിനിമയിൽ മോഹൻലാലിൻ്റെ കൂടെ താമസിക്കുന്ന പയ്യൻ ആണല്ല പെണ്ണാണെന്ന് തിരിച്ചറിഞ്ഞ ഇന്നസെന്റ് അത് ആരോടും പറയാൻ പറ്റാഞ്ഞിട്ട് രാത്രിയിൽ ശ്വാസം മുട്ടി കളിക്കുന്ന രംഗമുണ്ട്. അത് ഇന്നസെന്റിന്റെ കുഴപ്പമല്ല, അറിവിന്റെ കുഴപ്പമാണ്. ഇതാരോടും ഒന്ന് പറയണം. നമ്മളിതിങ്ങനെ നാട്ടിൽ ഒരു തെറ്റായ ധാരണയുണ്ട്, ആരോടും ഒന്നും പറയരുതെന്ന് അല്ലേ? ഒന്നും ആരോടും പറയരുതെന്ന് പറയണമെന്നേ, ആളുകൾ പറയട്ടെന്നേ. പറഞ്ഞതിൻ്റെ പേരിൽ പ്രശ്നം തീർക്കാനല്ലേ നമുക്ക് ബുദ്ധി തന്നത്. ഇതൊന്നും മിണ്ടണ്ട, ആരും മിണ്ടണ്ട. ഇപ്പൊ ബസ്സിൽ ഞാനിങ്ങനെ ട്രെയിനിൽ വരിക, ഞാൻ ട്രെയിനിൽ വരുമ്പോ ആ ട്രെയിനിൽ മുഖത്തോട് മുഖം നോക്കി, ബസ്സിലാണെങ്കിൽ ഒരു ഭാഗത്ത് നോക്കിയിരിക്കുക, ട്രെയിനിൽ മുഖത്തോട് മുഖം നോക്കിയിരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുക എന്നല്ലാതെ ഒരാളും ഒന്നും മിണ്ടുന്നില്ല. തൃശ്ശൂരിൽ നിന്ന് കുറേ കോളേജ് വിദ്യാർത്ഥികൾ കയറി. അപ്പം ഞാൻ വിചാരിച്ചു അവരെന്തെങ്കിലും പറയായിരിക്കും. നോക്കുമ്പോൾ അവർ ICU കിടക്കും പോലെ ഇരിക്കുക.
വയറെല്ലാം കുത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുക, ഒന്നും മിണ്ടുന്നില്ല. പറയാതെ മൂകാസുരനെ കൊന്നിട്ടാണ് സരസ്വതി മൂകാംബികയായത്. മൂകാംബിക എന്ന് സരസ്വതിക്ക് പേര് വന്നത് മൂകാസുരനെ കൊന്നിട്ടാ. മൂകാസുരൻ എന്ന് പറഞ്ഞാൽ മിണ്ടാണ്ടിരിക്കുന്നതാ. മൂകമായി ഇരിക്കുന്നവനെല്ലാം അസുരനാണ്, മിണ്ടാതിരിക്കുന്നവൻ അസുരനാണ്. മൂകതയെ ഭഞ്ജിച്ചവളാണ് സരസ്വതി. അപ്പൊ മൂകാംബിക എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്നതിനെ ഭഞ്ജിക്കണം. അതുകൊണ്ട് പറയുകയും കേൾക്കുകയും വേണം, പറയുകയും കേൾക്കുകയും വേണം. പറയട്ടെ. അപ്പോ തൻ്റെ മനസ്സിലുള്ള അറിവ് ആരോടൊന്ന് പറയണ്ടേ, ഈ പുതിയ അറിവ്. ആ പറയാൻ വാക്കുകളില്ലെന്ന്. അങ്ങനെയാണ് ആദ്യം ആ കാട്ടാളത്തിയുടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നത്. ഒരു കാര്യം പറയാം, അതുവരെ അപകടം പറ്റുമ്പോൾ നിലവിളിക്കും മൃഗങ്ങൾ, പക്ഷിമൃഗാദികൾ നിലവിളിക്കും. സന്തോഷമുണ്ടാകുമ്പോൾ മാന്തളിർത്തിന്നൂമതിച്ചോരീളം കൂയിൽ കുന്തേൻ കൂഴമ്പാൽ നിൻ കർണയുഗ്മം ചാലേ നീറപ്പാനായുന്മേഷ മേളത്തോടോരോ ഒടക്കുഴലീടെ കുതിയിടുന്നു. മാന്തളിർത്തുന്ന് ആനന്ദമുണ്ടാകുമ്പോൾ കുയിലുകൾ പാട്ടുപാടാറുണ്ട്. ആനന്ദത്തിൻ്റെയും വയറു നിറഞ്ഞ സന്തോഷത്തിൻ്റെയും ഇണചേർന്ന സന്തോഷത്തിൻ്റെയും ഇണയെ ആകർഷിക്കുവാനും സങ്കടങ്ങൾ വരുമ്പോൾ ഭയമുണ്ടാകുമ്പോഴും ഒക്കെയാണ് അന്ന് ശബ്ദം പുറപ്പെടുവിക്കുക. എന്നാൽ ഒരാശയം, എൻ്റെ മനസ്സിലുള്ളൊരു കാര്യം മറ്റൊരാളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആദ്യത്തെ ആശയവിനിമയം ഏഹേ അട്ടഹാസ ശബ്ദത്തിൽ തൻ്റെ കൂട്ടുകാരെ വിളിച്ചു വരുത്തുകയാണ്. പ്രത്യേക ദൗത്യത്തോടുകൂടി ആദ്യത്തെ നാദമുണ്ടായത് അവിടെയാണ്. കൂട്ടുകാരെ വിളിക്കുന്നു. അപ്പൊ എന്താണ് അറിയാൻ കേട്ട കൂട്ടുകാർ, കാട്ടാളന്മാര്, ഇതെന്താണ് ഈ ശബ്ദം? ഭയത്തിൻ്റെതല്ലല്ലോ, സന്തോഷത്തിൻ്റെതും അല്ല. അപ്പൊ ഭയത്തിൻ്റെതും സന്തോഷത്തിൻ്റെതും അല്ലാതെ അതിൻ്റെ ഇടയിലൊരു ശബ്ദം ആദ്യം കേൾക്കുക. അവർ ഭയന്നിട്ട് നിലവിളിക്കും, സന്തോഷിച്ചിട്ട് ആനന്ദം പ്രകടിപ്പിക്കും. ഇത് ഭയന്നിട്ടുമല്ല സന്തോഷിച്ചുമല്ല, അതിൻ്റെ ഇടയിലൊരു ശബ്ദം. ഏഹേ, എൻ്റെ ബാല്യം ഞാൻ ഈ നാദം കേട്ടിട്ടാണ്. എൻ്റെ വീടിൻ്റെ മുന്നിൽ വലിയ പാടമാണ്. പാടത്തിൻ്റെ അപ്പുറത്തൊരു കുന്നുണ്ട്. ആ കുന്ന് കാപ്പുംകുന്ന് എന്നാ പറയാം. ഈ കാപ്പുംകുന്നിലാണ് ജാനു താമസിക്കുന്നത്. ജാനകിയെ ജാനു ഞങ്ങൾ വിളിക്കുക. എൻ്റെ വീടിൻ്റെ വലത്തുവശത്താണ് ചിരുതയ്യമ്മ. ശ്രീദേവിയെ ചിരുതയെന്ന് വിളിക്കും. ചിരുതയ്യമ്മ കൃഷിപ്പണിയുണ്ടെങ്കിൽ, നെല്ല് കൊയ്യാനോ നെല്ല് നാട്ടി നടാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാവിലെ വിളിച്ചിട്ട് ഒരു അലാറം മുഴക്കും. അത് കേട്ടിട്ടാണ് ഞങ്ങൾ ഉണരുക. ജാനുവേ, അതിൻ്റെ എക്കോ കാപ്പുംകുന്നെന്നുള്ള റിഫ്ലക്ഷനാണ് എൻ്റെ ബാല്യത്തിലെ ഏറ്റവും മനോഹരമായ സ്മൃതി. ഈ വിളിയാണ് ദേവരാജ മാഷ് വയലാറിൻ്റെ ഒരു പാട്ടിൽ ചേർത്തിട്ടുണ്ട്. ഒന്നാം മാനം പൂമാനം, പിന്നത്തെ മാനം പൊന്മാനം, പൂമാനത്തിനും പൊന്മാനത്തിനും മീതേ ഭൂമി പെണ്ണിന്റെ വേളിച്ചെറുക്കന്റെ തോണി എന്ന പാട്ടിൽ സ്വർണ്ണക്കോടി മരം നട്ടു പീഡിപ്പിച്ച പൊന്നമ്പലത്തിന്റെ മുറ്റത്തു വെച്ചോ ജാനുവേ. ഈ വായ്ത്താരിയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഈ വിളി, ചൊല്ലിവിളി. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ഇന്നലെ അന്തിക്കങ്ങോട്ടിങ്ങോട്ട് ഈ വഴി തൻ വധൂനിലയങ്ങൾ തേടി ഗമിച്ചൊര ഗ്രാമീണർ പേർത്തികമടങ്ങുമ്പോൾ തമ്മിലോതിയിടും താമ്പൂലാർദ്രമാം കുശലോക്തി. താമ്പൂലാർദ്രമായ വിളികൾ, കുശലോക്തികൾ, അതിനെപ്പറ്റി പറഞ്ഞു. വെറ്റില മുറുക്കിക്കൊണ്ടിരിക്കുന്ന ആർദ്രമായ കുശലോക്തിയെ പറ്റി പറയുന്നു. ഈ വിളിയിൽ നിന്നാണ് ഹമ്മിങ് ഉണ്ടായത്. മനസ്സിലായോ? അപ്പൊ ഏഹേ എന്ന് വിളിച്ചു. അപ്പൊ ഓഹോ എന്നൊരു മറുപടി ഉണ്ടായി. കാട്ടാളത്തോ അവർ ഓടി വന്ന് 4 മൂലക്കുന്ന് വന്ന 4 ആളും വിളിച്ചു ചേർത്ത ഇവളും കൂടിയിരുന്നിട്ട് ചർച്ച ചെയ്യാൻ. നട്ടാൽ മുളക്കുമെന്ന വാക്കുണ്ടോ? കുരുന്നോ മരമെന്നോ വാക്കുണ്ടോ? ഒന്നുമില്ല. എങ്ങനെ ഇത് ബോധ്യപ്പെടുത്തും? ഈ കുരു അതുവരെ ഭക്ഷണം ഉള്ളെടുത്ത് പോയി തിന്നല, ഭക്ഷണം തേടിപ്പോക്ക. താൻ ഉള്ളെടുത്ത് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ ആരംഭിക്കുന്നത് ഈ ആശയം ബോധ്യപ്പെട്ടപ്പോഴാണ്. ഉള്ളെടുത്ത് പോയി തിന്നലല്ല, താൻ ഉള്ളെടുത്തുണ്ടാക്കാം എന്ന ഐഡിയ ആണ് ആദ്യത്തെ ഐഡിയ. മനുഷ്യനുണ്ടാവുന്ന അങ്ങനെയാണ്. താൻ ഉള്ളെടുത്ത് ഭക്ഷണം ഉണ്ടാക്കാം. പക്ഷെ ഇത് ബോധ്യപ്പെടുത്താൻ ഏറെ കാലത്തെ പരിശ്രമത്തിലൂടെയാണ്. കുരുവിൻ്റെ അകത്ത് മരമുണ്ടാവും, നമ്മൾ വിചാരിച്ചെടുത്ത് ഭക്ഷണമുണ്ടാക്കാം. ഭക്ഷണം ഉൽപാദനത്തിനാണ് ആദ്യത്തെ ആശയവിനിമയം ഉണ്ടായത്.
ഈ ആശയം ഏറെ കാലം കൊണ്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമാണ് 2-3 മാസം മുമ്പ് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഗായിക മച്ചാട്ട് വാസന്തിയുടെ നാടകഗാനത്തിലെ ഒരു വരി ഉണ്ടാകുന്നത്. ആ വരിയിലെ അർത്ഥം അന്നുണ്ടായി. നാടകഗാനം അത് പിന്നെ യേശുദാസ് സിനിമാ പാട്ടായിട്ട് പാടിയിട്ടുണ്ട്. മച്ചാട്ട് വാസന്തി പാടിയ നാടകഗാനം ഓർമ്മയുണ്ടോ? അക്കാണും മാമല വെട്ടി വയലാക്കി ആര്യൻ വിത്തെറിഞ്ഞു, പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂമുത്തെ പുന്നെല്ലിൻ പൂങ്കരളി എന്ന പാട്ട്. ആ ആര്യൻ ഉണ്ടാവുന്നു. ആര്യൻ എന്താ? ആര്യൻ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്നവനാണ്. അവൻ വയലുണ്ടാക്കിയിട്ട് ആദ്യം വിത്തിട്ടപ്പോഴാണ് മനുഷ്യന് സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നത്, സ്ഥാനമുണ്ടാകുന്നത്. അധ്വാനം ആരംഭിച്ചപ്പോൾ സ്ഥാനമുണ്ടായി. കാരണം ഇത് വലുതാവോ, മുളച്ച വലുതാവോ, വലുതായ പൂക്കോ, പൂത്ത കായ്ക്കോ എന്ന് അറിയാൻ വേണ്ടി ആദ്യമായിട്ട് അവന് സ്ഥിരവാസം ഉണ്ടായി. ആ സ്ഥിരവാസം ഉണ്ടായപ്പോഴാണ് മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ മേൽക്കൂര ഉണ്ടാക്കിയത്, പർണശാലകൾ ഉണ്ടാക്കിയത്. മഴവെള്ളം കിടന്ന ശരീരത്തിലൂടെ ഒഴുകാതിരിക്കാൻ മണ്ണ് വാരിക്കൂട്ടി തറയുണ്ടാക്കിയത്. ആ തറ പിന്നീട് കല്ലിൻ്റെതും കോൺക്രീറ്റൊക്കെയായി മാറിയത് ആദ്യത്തെ തറ കിടന്നട ശരീരത്തിലൂടെ വെള്ളം ഒഴുകാതിരിക്കാനാണ്. അതിനകത്തേക്ക് പക്ഷിമൃഗാദികൾ കടന്നു വരാതിരിക്കാൻ പിന്നീട് പനയോലകൾ കൊണ്ടും ചളിക്കട്ടകൾ കൊണ്ടും ചുമരുണ്ടാക്കി. അങ്ങനെ അവരാദ്യമായി സ്ഥിര സ്ഥാനത്തിലേക്ക് മാറി. ആ സ്ഥാനമാണ് മനുഷ്യ സംസ്കാരത്തിൻ്റെ രാഷ്ട്രമായി വളർന്നതെന്ന് അറിയണം. സ്ഥാനം ആരംഭിക്കുന്ന എവിടെയാ? അതാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബലൂചിസ്ഥാനും കസാക്കിസ്ഥാനും കുർദിസ്ഥാനും ഹിന്ദുസ്ഥാനുമായി മാറിയത് ആദ്യം കൃഷി ചെയ്യാൻ ആരംഭിച്ചപ്പോൾ നട്ടപ്പോഴാണ്. ഇത് വിളവെടുക്കാൻ സ്ഥിരതാമസമാക്കി. അങ്ങനെ സ്ഥിരതാമസമാക്കിയപ്പോ അടുത്തിരുന്നു ഉപനിവിഷ്ടരായി. സംസ്കൃതത്തിൽ അതിന് ഉപവിഷ്ടരായി. ഉപനിഷത്തിന്റെ ഉത്ഭവം അവിടെയാണ്, അടുത്തിരുന്നപ്പോഴാണ്. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ നിശേഷ സത്യത്തെ അന്വേഷിച്ച് അടുത്തിരുന്ന് ചർച്ച ചെയ്തുണ്ടാക്കിയതാണ് ഉപനിഷത്ത്. അടുത്തിരുന്നപ്പോ അട്ടഹാസം വേണ്ടല്ലോ, ഏഹേ വേണ്ട. അട്ടഹാസത്തിൽ നിന്ന്, കാട്ടാളത്വത്തിൽ നിന്ന് ആദ്യത്തെ നാദം മെല്ലെ പറയാൻ തുടങ്ങി. ഒറ്റക്കമ്പി നാദം മാത്രം മൂളും വീണാഗാനം എന്നൊക്കെ നമ്മളിപ്പോ താഴ്ത്തി പാടുന്നില്ലേ യേശുദാസ്? ഈ താഴ്ത്തിപ്പാടൽ വന്നത് അടുത്തിരിക്കാൻ തുടങ്ങിയപ്പോഴാ. അട്ടഹാസം ഉണ്ടായി. അട്ടഹാസത്തിൽ നിന്ന്, ഒച്ചയിൽ നിന്ന് നാദമുണ്ടായി, മെല്ലെ പറയാൻ തുടങ്ങി. അടുത്തിരുന്നപ്പോഴാണ് നാണം വന്നത്. അടുത്തിരുന്നപ്പോൾ നാണം വന്നു. ഉടുതുണിയില്ല, വസ്ത്രം ധരിച്ചിട്ടില്ല. അങ്ങനെ നാണം മറക്കാൻ വേണ്ടി കാട്ടുവള്ളികൾ മെടഞ്ഞ് ത്രികോണാകൃതിയിൽ ഒരു ഗുഹ്യഭാഗത്തിൻ്റെ ഷെയ്പ്പ് എല്ലായിടത്തും ത്രികോണാകൃതിയിലാണ് ലോകത്തെല്ലാ മനുഷ്യർ. അതുകൊണ്ട് ത്രികോണാകൃതിയിലൊരു തുണി ഉണ്ടാക്കി. അതിന് സംസ്കൃതത്തിൽ കച്ചത്രം എന്ന് പറയും. മലയാളത്തിൽ അത് 3 കോണിനകത്തായതുകൊണ്ട് കോണകമെന്നും പറയും. 3 കോണിനകത്തായതുകൊണ്ട് കോണകം, കച്ചത്രം. ആ കച്ചത്രം എന്ന വാക്ക് മലയാളത്തിൽ പിന്നെ കച്ചട്ടമായി. മനുഷ്യൻ ആദ്യം പൈസ കൊടുത്ത് വാങ്ങിയ സാധനം കച്ചട്ടമാണ്. മറ്റൊന്നും പൈസ കൊടുത്ത് വാങ്ങിയിരുന്നില്ല, വസ്ത്രമാണ് കച്ചട്ടം. അതുകൊണ്ട് കച്ചട്ടം വിൽക്കുന്നവരെ കച്ചട്ടക്കാരെന്നും, ആ കച്ചട്ടക്കാരെന്ന വാക്കിൽ നിന്നാണ് കച്ചവടക്കാർ എന്ന വാക്കുണ്ടായത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥനായ ഡോക്ടർ ടി.പി. സുകുമാരൻ മാഷയുടെ ഉർവരതയുടെ താളം എന്ന പുസ്തകത്തിൽ അദ്ദേഹം വാക്കുകളുടെ ഉൽപ്പത്തിയെ പറ്റിയിട്ട് പറയുന്ന ഭാഗത്തിൽ പറയുന്നു, കച്ചവടക്കാർ എന്ന വാക്കുണ്ടായത് കോണകം വിൽക്കുന്നവർ എന്ന അർത്ഥത്തിലാണ് തുടങ്ങിയത് എന്ന്. കോണകം. അപ്പോൾ സംസ്കാരമുണ്ടാകുന്നു. അടുത്തിരുന്നപ്പോൾ നാണം മറക്കുന്നു. ആ ശബ്ദം താഴ്ത്തി പറയുന്നു. അങ്ങനെ 2 ശബ്ദം ഉണ്ടായി. എന്താ ശബ്ദം? ഒന്ന് എക്സ്ട്രീം ശബ്ദം, ഒന്ന് ഏറ്റവും ലോവസ്റ്റ് ശബ്ദം. ആ ശബ്ദത്തിന് സംഗീതജ്ഞന്മാർ ഉദാത്തമെന്നും അനുദാത്തമെന്നും പറയും. ഉദാത്തം ശബ്ദം എന്ന് പറഞ്ഞാൽ ഉച്ചസ്ഥായി ശബ്ദം, അനുദാത്ത ശബ്ദം എന്ന് പറഞ്ഞാൽ നീചസ്ഥായി ശബ്ദം. 2 ശബ്ദം ഉണ്ടായി. പിന്നീടാണ് കുറച്ചുകൂടി ആള് അടുത്തിരിക്കാൻ തുടങ്ങി. 5 ആൾ ഒത്തുകൂടി. 4 മൂലക്കുന്ന് വന്ന 4 ആളും വിളിച്ചു ചേർത്ത ഒരാളും, അങ്ങനെ 5 ആൾ ഒത്തുകൂടി. 5 ആൾ ഒത്തുകൂടിയിട്ട് ഗ്രാമങ്ങളുണ്ടായി. ആ ഗ്രാമത്തിന് ഭാരതത്തിൽ 5 ആൾ ഒത്തുകൂടുന്ന ഇടം എന്നായിരുന്നു പേര്. 5-ന് സംസ്കൃതത്തിൽ പഞ്ചമെന്നും ഒത്തുകൂടുന്നതിന് അയത്തെന്നും പറയും. അങ്ങനെയാണ് ഈ പഞ്ചായത്ത് എന്ന വാക്കുണ്ടായത്. പഞ്ചായത്ത്, 5 പേര് ഒത്തുചേരുന്നത്. 5-ന്റെ പ്രത്യേകത ഒറ്റ സംഖ്യയാണ്. ഡെമോക്രസിയെ പറ്റിയിട്ടുള്ള ഭാരതത്തിൻ്റെ സങ്കല്പം ഒറ്റ സംഖ്യയാണ് ഡെമോക്രസിയുടെ നമ്പർ.
അതുകൊണ്ടാണ് വിവാഹ നിശ്ചയത്തിന് 11 ആളോ 13 ആളോ 15 ആളോ പോകുന്നത്. കമ്മിറ്റിയിൽ 11 15 ആളുകൾ എടുക്കുന്നത്. ഒറ്റ നമ്പർ എടുക്കാൻ കാരണം നറുക്കെടുപ്പിന്റെ സംവിധാനം അന്ന് അറിയില്ലായിരുന്നു. ഇരട്ട നമ്പർ ഉണ്ടായാൽ പകുതിയും പകുതിയായിട്ട് പിന്നെ എന്ത് തീരുമാനിക്കണമെന്ന് പറയാൻ പറ്റില്ല. ഒറ്റ നമ്പർ ഉണ്ടായാൽ ഒരു ഭാഗത്തൊന്നു കൂടും. അതാണ് ജനാധിപത്യത്തിൻ്റെ നമ്പറാണ് ഒറ്റ നമ്പർ. അതാണ് പഞ്ചത്തിൻ്റെ പ്രത്യേകത. 5 പേര് ഒത്തുചേർന്ന് ഗ്രാമങ്ങളുണ്ടായി. ആ ഗ്രാമത്തിൽ അട്ടഹാസവും മെല്ലപ്പറച്ചിലും കുറച്ചാളുകൾ ഒത്തുകൂടിയപ്പോൾ നടുക്കൊരു ശബ്ദം ഉണ്ടായി. കുറച്ചുകൂടി ഒച്ചത്ത് പറയാം, അന്ന് അട്ടഹാസം വേണ്ട. അങ്ങനെയാണ് സ്വരിതമുണ്ടാകുന്നത്. ഉദാത്ത അനുദാത്ത സ്വരിതങ്ങൾ ഉണ്ടാവുന്നു. ഉദാത്ത അനുദാത്ത സ്വരിതം ബേസിക്കായിട്ട് ഈ 3 ശബ്ദം ഉണ്ടായി. പിന്നീടാണ് സംഗീതജ്ഞന്മാർ പിന്നെ ഉപകരണങ്ങളും സംഗീതങ്ങളൊക്കെ വന്നപ്പോൾ അതിൻ്റെ ഇടയിൽ 2 പന്തി എന്ന് പറഞ്ഞാൽ അനുദാത്തത്തിൻ്റെയും സ്വരിതത്തിൻ്റെയും മധ്യത്തിലുള്ളൊരു പന്തി, സ്വരിതത്തിൻ്റെയും ഉദാത്തത്തിൻ്റെയും മധ്യത്തിലുള്ള പന്തിയിൽ ഈ 2 ശബ്ദങ്ങളും കൂടി ചേർത്ത് തട്ടേഴാക്കി. പിന്നെ ചേർത്ത 4 ആദ്യം ഉണ്ട 3 4 3 7 ശബ്ദങ്ങൾ, സപ്തസ്വരങ്ങളുണ്ടായി, സ്വരമുണ്ടായി. ആ സ്വരങ്ങളെ ക്രമീകരിക്കാൻ തുടങ്ങി. ഈ സ്വരങ്ങളെ ക്രമീകരിക്കാൻ തുടങ്ങിയപ്പോൾ അട്ടഹാസ ശബ്ദത്തിന് നമ്മൾ സംസ്കൃത വാക്ക് കണ്ടുപിടിച്ചവർ നമ്മൾ പറഞ്ഞു കാട്ടാളൻ്റെ ഒച്ച. കാട്ടാളൻ്റെ ഒച്ചയാണ് അട്ടഹാസം. കാട്ടാളനെ നമ്മൾ വിളിച്ചത് നിഷാദൻ എന്നല്ലേ. മാ നിഷാദ, അരുത് കാട്ടാള. അതുകൊണ്ട് കാട്ടാളൻ്റെ ഒച്ചയ്ക്ക് നിഷാദം എന്ന് പേര് കൊടുത്തു അല്ലേ. താണ ശബ്ദത്തിന് ഷഡ്ജം എന്ന് പേര് കൊടുത്തു. ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ദൈവതം, നിഷാദം. നിഷാദം, കാട്ടാളന്റെ ശബ്ദം. ഹിസൈൻ അബ്ദുള്ള സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. അതിലാണ് മലയാളികൾ ഇത് നന്നായി പഠിച്ചത്. ദേവസഭാതലം രാഗിലമാകുവാൻ നാദമയൂഖമേ സ്വാഗതം എന്ന് പറയുന്നു അല്ലേ. അപ്പൊ നല്ല ഗംഭീരത്തിൽ കൈതപ്പുറത്തിൽ അഹന്തയോടുകൂടി ദേവസഭാതലം രാഗിലമാകുവാൻ നാദമയൂഖമേ സ്വാഗതം സ്വാഗതം. രവീന്ദ്രന്റെ ശബ്ദത്തിൽ അഹന്തയുടെ ശബ്ദമാണ്. അതിനുശേഷം ഷഡ്ജത്തിലേക്കും ഋഷഭത്തിലേക്കും കടന്നിട്ട് നിഷാദത്തിലെത്തിയപ്പോ ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം എന്ന് പറഞ്ഞിട്ട് സംഗീതത്തിലേക്ക് നിഷാദത്തിലേക്ക് ഒരു പോക്കുണ്ട്. സംഗീതം സംഗീതം നിഷാദം, സപ്തസ്വരങ്ങൾ. ആ നിഷാദത്തിൽ നിന്ന് ഷഡ്ജത്തിലേക്ക് ശബ്ദം താഴ്ത്തി പറയാൻ തുടങ്ങിയപ്പോഴാണ് മനുഷ്യന് സംസ്കാരമുണ്ടായത്. മനസ്സിലായത്? അതുകൊണ്ട് സംസ്കാരവും നാദവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. മെല്ലെ പറയാൻ തുടങ്ങി. അതുകൊണ്ട് മെല്ലെ പറയുന്നത് സംസ്കാരമാണ്. നിങ്ങളുടെ വീട്ടിൽ മക്കളെ കാട്ടാളത്വമാണോ മാനവികതയാണോ ഉണർത്തുന്നത് എന്ന് നിങ്ങളുടെ വീട്ടിലെ ശബ്ദത്തെ റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ ഇതിലുണ്ടല്ലോ, ഇത് നമ്മുടെ പിന്നെ ആംപ്ലിഫയറിൽ ഈ ശബ്ദം റെക്കോർഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ ബൾബ് കത്തുമല്ലോ. മെല്ലെ പറയുമ്പോൾ ഒന്നോ രണ്ടോ ബൾബ് കത്തും. ഫുൾ ബൾബ് കത്തുന്ന ശബ്ദത്തിലാണ് രാവിലെ മക്കളെ വിളിക്കുന്നതാണോ ആണോ? ഭക്ഷണമൊന്നും ആയിട്ടില്ല, സ്കൂൾ ബസ് വരേണ്ട സമയമായി, പയ്യനാണ് എഴുന്നേറ്റില്ല. ഇതാണ് മിക്ക വീട്ടിലും. നിഷാദത്തിലാണ് നമ്മുടെ മക്കളെ വിളിക്കുന്നത്. നിഷാദത്തിലാണ് നമ്മുടെ മക്കളെ വിളിക്കുന്നത്. അവനെ ഉണർത്തുന്നത് കാട്ടാളത്വമാണ്. അവനെ നാദത്തിൽ വിളിക്കാൻ അറിയില്ല രക്ഷിതാക്കൾക്ക്. ഞാനിത് കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് പറഞ്ഞപ്പോൾ ഒരു രക്ഷിതാവ് പറയാ, ഞങ്ങള് ഷഡ്ജത്തിലാ വിളിക്കുക, എന്നിട്ട് എഴുന്നേറ്റാതിരിക്കുമ്പോൾ ഋഷഭത്തിലേക്ക് മാറും, പിന്നെ അവസാനം നിഷാദത്തിലെത്തിയാൽ ഇവൻ എണീക്കും, അതുകൊണ്ടാണ് പറ്റുന്നതെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, മെല്ലെ മെല്ലെ തുടങ്ങിയല്ലോ. തുടങ്ങിയിട്ട് നിഷാദത്തിലെത്തുന്നല്ലേ. ആദ്യം തന്നെ നിഷാദത്ത് തുടങ്ങരുത്. രാവിലെ കുട്ടികളെ ഉണർത്തുന്ന ശബ്ദം ഒരു പ്രധാന ഘടകമാണ്. രാമൻ അഭിഷേകം മുടങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച ലക്ഷ്മണനെയാണ്. ലക്ഷ്മണൻ അമ്പും വില്ലും എടുത്ത് കുഴിയെ കുലച്ചു കൊണ്ടിട്ട് ദശരഥനെയും ഞാൻ കൊല്ലും, കൈകേയിനെയും ഞാൻ കൊല്ലും, അയോധ്യ ചുട്ട് ചാമ്പലാക്കുമെന്ന് പറഞ്ഞ് കത്തിജ്വലിച്ചു നിൽക്കുന്ന ലക്ഷ്മണനെ പോയിട്ട് സമാധാനിപ്പിക്കുന്നത് രാമനാണ്. സത്യത്തിൽ ഈ വിഷയം ആരെയാ ബാധിക്കുന്നത്? രാമനെയാണ്.
പക്ഷെ രാമന് ദേഷ്യം വന്നില്ല. ലക്ഷ്മണനെ ആശ്വസിപ്പിക്കാൻ പോയതാണ് രാമായണത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗം. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടി നിന്നുടെ വാക്കുകൾ എന്ന് സാന്ത്വനിപ്പിക്കാൻ രാമൻ പോകുന്നത് എങ്ങനെയാണ്? രാമനെ വിളിച്ചുണർത്തുന്ന ശബ്ദം എന്താ? രാമനെ വിശ്വാമിത്രം വിളിക്കുന്നത് ദശരഥം പറ്റിച്ചു, കൈകയെ പറ്റിച്ചു, സകലവും പോയി എന്നൊന്നും അല്ല. നമ്മൾ അങ്ങനെയാണല്ലോ, നെഗറ്റീവ് വാർത്തകൾ ഇങ്ങനെ പെട്ടെന്ന് രാവിലെ തന്നെ പറയുക എന്നുള്ളത്. ഇതൊന്നുമല്ല. വിളിച്ചുണർത്തുന്നത് കൗസല്യ സുപ്രജാ രാമ പൂർവസന്ധ്യാ പ്രവർത്തതേ എന്നാണ്. കൗസല്യയുടെ നല്ല മോനെ എന്നാ. ആദ്യം തന്നെ അവനൊരു ഒരു പശ്ചാത്തലം ഒരുക്കി കൊടുത്തു. അതിപക്വമതിയായിരിക്കുന്ന അമ്മയുടെ മകനെ, കൗസല്യയുടെ മകനെ എന്നാ വിളിച്ചത്. ദശരഥന്റെ മകനെ എന്നല്ല വിളിച്ചത്. കൗസല്യ രഘുകുലോത്തമനായിരിക്കുന്നവനെ എന്നല്ല വിളിച്ചത്. കൗസല്യയുടെ മകനെ, അമ്മയുടെ മകനെ. അങ്ങനെയുള്ള രാമ കിഴക്കുഭാഗത്ത് പ്രഭാത സന്ധ്യ പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രോഗ്രഷൻ നോക്കൂ. പ്രഭാത സന്ധ്യയുടെ പ്രത്യേകത അത് മന്ദം മന്ദം. നമ്മൾ മലയാള ഭാഷയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും തെറ്റായ ഒരു വാക്കാണ് പ്രഭാതം പൊട്ടിവിടർന്നു. ഒരിക്കലും പ്രഭാതം പൊട്ടിവിടരാറില്ല. പൊട്ടുക എന്ന് പറഞ്ഞാൽ സ്ഫോടനമാണ്. ഒരിക്കലും പ്രഭാതം പൊട്ടിവിടരാറില്ല. പ്രഭാതം വളരെ മെല്ലെ മാത്രമേ ഉണ്ടാകാറുള്ളൂ. പൊട്ടിവിടർന്നു എന്ന വാക്ക് തെറ്റാണ്. ആ പ്രഭാതം പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. നീയും കർമ്മകാണ്ഡത്തിലേക്ക്, ത്രൈലോക്യം മംഗളം കുരു, നീ കർമ്മകാണ്ഡത്തിലേക്ക് ഇറങ്ങൂ എന്ന് പറഞ്ഞ് വിളിച്ച ആ വിശ്വാമിത്രന്റെ വിളിയാണ് രാമൻ പെട്ടെന്ന് ആവേശം കൊണ്ട് കുപിതനാവാതിരിക്കാൻ കാരണം. വിശ്വാമിത്രൻ രാമനെ വിളിക്കുന്നതാണെന്നൊരു മനഃശാസ്ത്ര തത്വമുണ്ട്. അതുകൊണ്ട് രാവിലെയുള്ള വിളി ഒരു പ്രധാന ഘടകമാണ്. അപ്പൊ ഏതായാലും നാദമുണ്ടായി. ഈ നാദത്തിൽ ആശയവിനിമയം ഉണ്ടായി. ആ ആശയവിനിമയം ഇവര് നട്ടത് മുളച്ചു, അത് പൂത്തു. പൂത്തപ്പോ ആദ്യമായിട്ട് ഭക്ഷണമുണ്ടാക്കുന്ന വസ്തു എന്ന നിലയിലാണ് മനുഷ്യന് പൂവിനോട് ഇഷ്ടം തോന്നിയത്. നിങ്ങൾ നോക്കൂ, പക്ഷിമൃഗാദികൾ ഒന്നും തന്നെ പൂക്കളോട് ഇഷ്ടം കാണിക്കാറില്ല, പൂവിനെ പറ്റി ആനന്ദിക്കാറില്ല. അതിൽ തേനുള്ളതുകൊണ്ട് കുടിക്കും, അത്രയേ ഉള്ളൂ. പൂക്കളെ പറ്റിയിട്ട് പാടുന്നതും പൂക്കളെ കണ്ട് ആനന്ദിക്കുന്നതും ആസ്വദിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാ. എന്തുകൊണ്ടാണ്? എൻ്റെ വയറ് നിറക്കാൻ കായ ഉണ്ടാകണമെങ്കിൽ പൂവ് വേണം എന്ന തിരിച്ചറിവാണ്. ആ പൂക്കളോട് ഇഷ്ടം വന്നപ്പോഴാണ് അവൻ ആർദ്രതയുണ്ടാവുന്നത്, കവിതയുണ്ടാകുന്നത്. പൂവിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് കവിതയുണ്ടാവുന്നത്. മനുഷ്യരും ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പും പൂക്കൾ ഉണ്ടായിരുന്നു. ഈ ഭൂമിയിൽ കോടാനുകോടി വർഷമായിട്ട് പൂക്കൾ ഉണ്ടായിരുന്നു. എന്നാ ഒരു പൂവിനെയും നോക്കിയിട്ട് ഒരു ആളും മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ എന്ന് പാടിയിരുന്നില്ല. അത് എഴുതാൻ ഒരു ഷിബു ചക്രവർത്തി ഉണ്ടായിരുന്നില്ല, അത് ചിട്ടപ്പെടുത്താൻ ഒരു ജെറി അമൽദേവ് ഉണ്ടായിരുന്നില്ല, അത് പാടാൻ ഒരു യേശുദാസും ഉണ്ടായിരുന്നില്ല. മനുഷ്യൻ വന്നതിന് ശേഷമാണ് പൂവിന്റെ നിറങ്ങളെ പറ്റിയിട്ട്. അതിനു മുമ്പ് മനുഷ്യൻ വരുന്നതിന് മുമ്പ് തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു പൂജക്കായി പൊട്ടാത്ത നൂല് കെട്ടാൻ ഒരു പൊട്ടനും ഉണ്ടായിരുന്നില്ല, ഇവിടെ ഉണ്ടായിരുന്നില്ല. നമ്മൾ വന്നതിന് ശേഷമാണ് ആകാശത്തെ മഴവില്ല് 7 നിറമുണ്ടെന്ന് ആരാ എണ്ണിയ? ആകാശത്തെ മഴവില്ലിന് 7 നിറമുണ്ടെന്ന്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇതിനെ നോക്കിയിട്ട് ആ മഴവില്ലിന്റെ സൗന്ദര്യം കണ്ടിട്ട് ഒരു കുറുക്കനും ഒരു കടുവയും അതെന്തൊരു സൗന്ദര്യമാണെന്ന് നോക്കിയിട്ടില്ല. മഴവില്ല് പണ്ടും ഉണ്ടായിരുന്നല്ലോ. ഭൂമിയിൽ ആർദ്രതയും ഈർപ്പവും ഉള്ള കാലത്തല്ല മഴവില്ലുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ മനുഷ്യന് സംസ്കാരവും സൗന്ദര്യബോധവും ഉണ്ടായതിനു ശേഷമാണ് മലരളി തിരളും മധുചന്ദ്രികയിൽ മഴവിൽ കൊടിയുടെ മുനമുക്കി എഴുതാനുഴറി കൽപ്പന ദിവ്യമൊരഴകിനെ എന്നെ മറന്നു ഞാൻ. മധുര സ്വപ്ന ശതാവലി പൂത്തൊരു മായാലോകത്തെത്തി ഞാൻ. അദ്വൈതാമല ഭാവസ്പന്ദിത വിദ്യുന്മേഖല പൂകി ഞാൻ. ആ ഒരു ഇടിമിന്നലിന്റെ ലോകമുണ്ടല്ലോ, അദ്വൈതം
പകരമൊന്ന് വെക്കാനില്ലാത്ത ഭാവങ്ങൾ സ്പന്ദിക്കുന്ന ആ ഇടിമിന്നലിന്റെ ലോകത്തേക്ക് എത്താൻ മഴവിൽ കൊടിയുടെ മുനമുക്കിയിട്ട് നിലാവിൽ മുക്കിയിട്ട് പാലപൂത്ത പരിമളമെത്തി പാതിരയെ പുണർന്നു നിൽക്കുമ്പോൾ മഞ്ഞണിഞ്ഞു മദാലസയായി മഞ്ജുചന്ദ്രിക നൃത്തമാടുമ്പോൾ പാലപ്പൂവ് കാൽപ്പനികത, പൂക്കുന്ന സുഗന്ധം, പരിമളം, ഇതെല്ലാം കാൽപ്പനികതയാണ്. മനുഷ്യന് കാൽപ്പനികത അനുഭവിക്കാൻ തുടങ്ങുന്നു. മനുഷ്യന് പരിമളം, സുഗന്ധം തേടി അന്വേഷിക്കാൻ പുറപ്പെടുന്നു. സുഗന്ധം അന്വേഷിച്ചിട്ട് കസ്തൂരി മണം അന്വേഷിക്കുന്നത് ആ സുഗന്ധം നല്ല സുഗന്ധമല്ലോ എന്ന് വിചാരിച്ചിട്ടല്ല, അതിന് ഇണചേരാൻ വേണ്ടി മാത്രമാണ്. വൈലോപ്പള്ളി പറയുന്നുണ്ട്, മാനിൻ വഴിയെ തിരുമണ കസ്തൂരി മണം ചേർക്കുന്നു, ഇരുമീനണക്കായി ഒരു സാഗരം തീർക്കുന്നു, ഒഴുവിനെ പൂമ്പാറ്റയായി ഉടുപ്പിക്കുന്നു. പ്രകൃതിയുടെ പ്രത്യേകത, സ്ത്രീ പുരുഷൻ ആണിനെയും പെണ്ണിനെയും ചേർക്കാൻ വേണ്ടിയിട്ട് ഈ പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു അത്ഭുത കാര്യമാണ് കസ്തൂരി മണം. പക്ഷെ ആ മണത്തിന്റെ സൗരഭ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ എന്ന് പാടാൻ ആരുമുണ്ടായിരുന്നില്ല. ആ മണം അന്വേഷിച്ചു നടക്കാൻ തുടങ്ങി. ആ പാലപൂത്ത പരിമളം, പാതിര ഒരു യഥാർത്ഥ ലോകല്ലേ. പാതിരയെ കാണുന്നവർ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പാതിരയെ കാണുന്നുണ്ട്. നമ്മുടെ ചെറുപ്പക്കാരെല്ലാം ഇപ്പൊ പാതിര കണ്ടിട്ടേ മരിക്കുന്നുള്ളൂ, അല്ലേ? പാതിരയാണ് എപ്പോഴും അവരുടെ. പാതിരയ്ക്ക് ശേഷമേ പാതിര കാണുന്നുണ്ട് ഇപ്പൊ അവര്. പണ്ട് പാതിര എന്ന് പറയുന്നത് മനുഷ്യൻ അധികാളും നല്ല ഉറക്കത്തിന്റെ സമയമാണ് പാതിര എന്ന് പറയുന്നത്. അപ്പോ അത് യാഥാർത്ഥ്യ ലോകമല്ല, അധികാൾ കാണാത്ത ലോകമാണ് പാതിര. മഞ്ഞെന്ന് പറയുന്ന യഥാർത്ഥ ലോകമാണ്. മദാലസ, ശരീരത്തിന്റെ മതം അലസമായി പ്രകടിപ്പിക്കുന്നവളാണ് മദാലസ. ആ മതം അലസമായി പ്രകടിപ്പിക്കുന്ന ഒരു കാൽപ്പനികതയാണ്. മഞ്ജു ചന്ദ്രിക, മനോഹരമായ നിലാവാണല്ലോ നമ്മുടെ എല്ലാ കവികൾക്കും കാൽപ്പനികതയുടെ പ്രതീകമായിട്ട് അവതരിപ്പിക്കുന്നത് നിലാവിനെയാണ്. അതാണ് ആ നിലാവിനെ കൊണ്ട് നമ്മളൊരു കടങ്കഥയുണ്ടായിരുന്നു. സൂര്യനാണോ ചന്ദ്രനാണോ മനുഷ്യന് കൂടുതൽ ഉപകാരമെന്ന്. അപ്പോ അതിന് മറുപടി പറഞ്ഞത് ഒരാള്, പകല് നമുക്ക് LED വേണ്ട, CFL വേണ്ട, ട്യൂബ്ലൈറ്റ് വേണ്ട, ഒന്നും വേണ്ട. ആ സമയത്ത് ആ സൂര്യൻ കത്തി നിൽക്കുന്നത്. എന്നാൽ ഇതെല്ലാം വേണ്ടത്, ബൾബും ലൈറ്റെല്ലാം വേണ്ടത് രാത്രിയിലാണ്. ആ സമയത്ത് വെളിച്ചം തരുന്നവൻ എ ഫ്രണ്ട് ഇൻഡീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ നീഡ്. യഥാർത്ഥത്തിൽ ആവശ്യമുള്ളപ്പോൾ ഉപകരിക്കുന്നവനാണ് ചന്ദ്രൻ. അതുകൊണ്ട് നമുക്ക് സൂര്യനേക്കാൾ ചന്ദ്രനാണ് ഉപകാരമെന്ന് പണ്ടൊരു തലതിരിഞ്ഞ മറുപടി ഉണ്ടായിരുന്നു. കാരണം ഇത് രാത്രിയിൽ നിലാവ് ഇരുട്ടിന്റെ പശ്ചാത്തലത്തിലാണ് വെളിച്ചത്തിന് സൗന്ദര്യം കൂടുന്നത്. വിശപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഭക്ഷണത്തിന് രുചി കൂടുന്നത് എന്നതുപോലെ ഇരുട്ടിന്റെ പശ്ചാത്തലത്തിൽ സിനിമയുടെ പ്രധാനപ്പെട്ട വിഭവം എന്താണ്? സിനിമാ തിയേറ്ററിന്റെ പ്രധാനപ്പെട്ട വിഭവം അന്ധകാരമാണ്. അന്ധകാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പൊതിഞ്ഞു കെട്ടി വെച്ചിരിക്കുന്നത്. പകൽ വെളിച്ചത്തിൽ സിനിമ കാണിച്ച് ആരും കാണൂല. അന്ധകാരമുള്ളത് കൊണ്ടാണ് വെളിച്ചത്തിന് മൂല്യമുണ്ടാകുന്നത്. അതുകൊണ്ടാണ് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞത്, ഈ വെളിച്ചത്തിനെന്തൊരു വെളിച്ചാണെന്ന്. അന്ധകാരമുള്ളത് കൊണ്ടാണ്. ആ അന്ധകാരം രാത്രിയിൽ വെളിച്ചം തരുന്നത് കൊണ്ടാണ് നമുക്ക് നിലാവ്. സൂര്യനെ നമ്മൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല, പക്ഷേ രാത്രിയിൽ ചന്ദ്രനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പാട്ടുകൾ ഉണ്ടായിരിക്കുന്നത്. ചന്ദ്രനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ, നിലാവിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ കവിത ഉണ്ടായിരിക്കുന്നത്. കാരണം അതിന്റെ മൂല്യം ഇരുട്ടിന്റെ പശ്ചാത്തലത്തിലായതുകൊണ്ടാണ്. അപ്പോ ആ നിലാവിനെ നോക്കുന്നു. ആ മഞ്ഞണിഞ്ഞ് മദാലസയായി മഞ്ജു ചന്ദ്രിക നൃത്തമാടുന്നു. ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ മനുഷ്യൻ തുടങ്ങിയത് എപ്പോഴാണ്? മനുഷ്യന് ആന്തരികമായ ബോധ്യമുണ്ടായപ്പോഴാണ്, ആന്തരികമായ വെളിച്ചമുണ്ടായപ്പോഴാണ്. ഈ ആന്തരികമായ വെളിച്ചം ഭാരതത്തിൽ ഉത്ഭവിക്കുന്നത് എവിടെയാണ്? ഒരു പാട്ടിലൂടെയാണ്. ഭാരതത്തിലെ ആദ്യത്തെ മന്ത്രം എന്താണ്? ആദ്യത്തെ മന്ത്രം ഓം നമഃശിവായ, ഓം നാരായണായ എന്നൊന്നും അല്ല. ഭാരതത്തിലെ ആദ്യത്തെ മന്ത്രം ധിയോ യോ ന പ്രചോദയാത് എന്നവസാനിപ്പിക്കുന്ന മന്ത്രമാണ്. ധീ എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധിയാണ്. ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന പ്രകാശമേ വന്നാലും എന്ന വേദങ്ങളുടെ മൂലമന്ത്രമാണ്. ആ മന്ത്രത്തിന്റെ പേര് പാടുന്നവനെ രക്ഷിക്കുന്ന മന്ത്രമെന്നാണ്. പാടുന്നവനെ രക്ഷിക്കുന്ന മന്ത്രം ഗായത്രി. ത്രീ എന്ന് പറഞ്ഞാൽ ത്രാണനം ചെയ്യുന്നത്. ഗായം, പാടുന്നവർ, ഗായകർ, ഗായം, ഗായകരെ രക്ഷിക്കുന്ന മന്ത്രമാണ് ഗായത്രി. സൂര്യനെ നോക്കിയിട്ട് ഈ സൂര്യനെ ഇത്രയും പ്രകാശത്വവും പ്രഭാതവും
സംഗീതവും കൂട്ടിക്കലർത്തിയിട്ടുള്ള ഒരു സംസ്കാരമാണ് ഭാരത സംസ്കാരം. നമ്മുടെ സംസ്കാരം അറിയണം. നമ്മളിപ്പോൾ സാമ്പാ നൃത്തം ചവിട്ടുന്ന ബ്രസീലുകാർ, അവര് പുതിയ എത്ര ടെക്നോളജിയും എത്ര വലിയ റോക്ക് സംഗീതം വന്നാലും അവരുടെ സംഗീതം സാമ്പാ നൃത്തമാണ്. എന്നാൽ നമ്മുടെ സംഗീതം ഇവിടെ, നമ്മുടെ സംഗീതം ഇവിടെ, നമ്മുടെ പുതിയ തലമുറയ്ക്ക്. കഴിഞ്ഞ ദിവസം ഞാനൊരു ക്ഷേത്രത്തിന്റെ ഉത്സവത്തിൽ കണ്ടു, ഒരു ഘോഷയാത്ര നടക്കുക. ടെറിബിൾ സൗണ്ട് വെച്ചിട്ടുള്ള DJ പാർട്ടിയാണ്. DJ ഭയങ്കര ശബ്ദം. അവിടുന്ന് പാടുന്നത് മഹിഷാസുര മർദിനിയുടെ ചിത്രമാണ്, കട്ടൗട്ടറാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. പക്ഷെ പാടുന്നത് മഹിഷാസുരം പോലും കുടിക്കാത്ത വെള്ളം കുടിക്കണമെന്നാണ്. ഇതുവരെ ഒരസുരം കുടിക്കാത്തൊരു വെള്ളം. അസുരന്മാര് രക്തപാനം ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അവരൊന്നും ആ രക്തം ജ്യൂസടിച്ചിട്ട് സോഡാ സർബത്ത് കുടിക്കാറുണ്ടാവോ? ഇപ്പൊ അന്ന് ആ ഗാനമേളയിൽ ഈ സരസ്വതിയുടെ ദുർഗയുടെ ചിത്രവും വെച്ചിട്ട് പോകുന്ന ആ വണ്ടിയിൽ നിന്ന് കേട്ട പാട്ട് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് എന്നായിരുന്നു. ഇല്ലുമിനാട്ടി എന്ന പാട്ടില് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്. ഈ ഒരു പാട്ടിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചിട്ട് ഏഷ്യാനെറ്റുകാരൻ്റെ അടുത്ത് വന്നു. ഞാൻ ഈ പാട്ടിനെ വളരെ രൂക്ഷമായി, ആവേശം സിനിമയിലെ പാട്ടിനെ രൂക്ഷമായി വിമർശിച്ചിട്ട് ഞാനൊരു പ്രസംഗം നടത്തി. ആ പ്രസംഗം ഇങ്ങനെ വൈറലായി പോയപ്പോൾ ഏഷ്യാനെറ്റുകാർ വന്ന് ചോദിച്ചു, എന്താ നിങ്ങൾ ഈ പാട്ടിൽ ഒരു പാട്ടിത്ത പ്രശ്നമുണ്ടോ? പാട്ട് പ്രശ്നമുണ്ടോ എന്ന് ഞാൻ തെളിയിച്ചു തരട്ടെ. ആ പാട്ടിൽ ആവേശ സിനിമയിൽ വേറൊരു പാട്ടുണ്ട്, മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ടക്കൂത്ത്, ഉന്നം മറന്നൊരു പോക്ക്, ഗുണപാഠങ്ങൾ മതിയാക്ക്, ഇതെൻ പാത എൻ അധികാരം, വഴി തെറ്റാനുമുണ്ട് അവകാശം. വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം, വഴി നടക്കാനുണ്ട് അവകാശത്തിന് വേണ്ടി സമരം ചെയ്തിട്ട് 100ാം വാർഷികം എത്തുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ പറയാ വഴി തെറ്റാനുമുണ്ട് അവകാശം. തനി നിറമെടുത്തണിയണ നെഞ്ചെ തോന്നിയാസം കാണിക്കണമെന്ന് ആഹ്വാനം ചെയ്യുക. കാണിച്ചോട്ടെ, അത് ആഹ്വാനം ചെയ്യുക എന്ന് ഇത്രയും ധൈര്യം എങ്ങനെ കിട്ടി? ഇതാണ് ആ പാട്ട്. എന്താ ഇല്ലുമിനാട്ടി? യുവാക്കളോട് ഞാൻ ചോദിച്ചു, വാട്ട് ഈസ് ഇല്ലുമിനാട്ടി? അർത്ഥമറിയാതെ പാട്ടുകൾ അനർത്ഥത്തിലേക്ക് പോകുന്നു. അർത്ഥമറിയാതെ പാട്ടുകൾ അനർത്ഥത്തിന് പോകുന്നത് ഞാനൊരു തെളിവ് തരാം. ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമയിൽ, നല്ല സിനിമയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ആ സിനിമയിൽ ഒരു പാട്ട്, 10-15 കൊല്ലം കേരളത്തിലെ യുവാക്കൾ ലജ്ജാവതിയെ എന്ന പാട്ടിന് ശേഷം കേരളക്കരയെ നെഞ്ചേറ്റിയ പാട്ടാണ്. നമ്പൂതിരിമാര് വിവാഹ ചടങ്ങിന് ചൊല്ലുന്ന ഒരു മന്ത്രത്തെ ആദ്യത്തെ വരി എടുത്തുകൊണ്ട് ചൊല്ലിയൊരു പാട്ട്, മംഗല്യം തന്തുനാനേന എന്ന മന്ത്രമുണ്ടല്ലോ. താലി കെട്ടിയിട്ടുള്ള പലതരം കല്യാണങ്ങളുണ്ട്. ഗാന്ധർവ വിധിപ്രകാരമുണ്ട്, പാണിഗ്രഹണമുണ്ട്. ഞങ്ങളെ മലബാറിലുള്ള പുടവ മുറിച്ച് ഭാര്യക്ക് കൊടുത്താൽ, വീട്ടിന്റെ പടിഞ്ഞാറ്റകത്തോ മുറ്റത്തോ വെച്ച് പുടവ ഭാര്യക്ക് പകുതി മുറിച്ചു കൊടുത്താൽ വിവാഹമായി എന്നാണ്. പുടവ മുറി, അത് പറഞ്ഞു എൻ്റെ നാട്ടിൽ ഇനി പൊടോറി എന്നാ പറയുക. പൊടോറി അത് വിവാഹമാണ്. പക്ഷെ ഈ താലി കെട്ടുന്ന വിവാഹത്തിന് മംഗല്യം തന്തുനാനേന, താലി കെട്ടിയിട്ടുള്ള കല്യാണമാണ് എന്നാ ചൊല്ലുന്നത്. ഈ കല്യാണത്തെ പറ്റിയിട്ടുള്ളൊരു പാട്ട്, തുടക്കം മാംഗല്യം തന്തുനാനേന, പിന്നെ ജീവിതം തുന്തനാനേന. എന്താ ഇതിന്റെ അർത്ഥം മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ താലി കെട്ടിയിട്ടുള്ള ആചാരപ്രകാരമുള്ള കല്യാണം കഴിച്ചാൽ ജീവിതം തുന്തനാനേന, തൊലഞ്ഞു പോകുന്ന. അതുകൊണ്ട് ആ പരിപാടി വേണ്ട. ആ പാട്ട് നമ്മുടെ യുവാക്കളെ സ്വാധീനിച്ചോ? നിങ്ങൾ IT പാർക്കുകളിൽ ചെന്ന് നോക്കൂ. ഇപ്പൊ പുതിയ പെൺകുട്ടികൾ പറയുന്നു കല്യാണം വേണ്ട. ഏത് നിങ്ങളുടെ ഒരു കുട്ടി പറയാ അച്ഛനും അമ്മേനെയും കേട്ടാ മതിയോ? ഇനി ആരാന്റെ അച്ഛനും അമ്മയും പറയുന്നത് ഞാൻ കേൾക്കണോ? അപ്പൊ ഇവരുടെ ധാരണ വിവാഹമെന്ന് പറയുന്നത് ഏതോ പരിചയമില്ലാത്ത ഒരു പുരുഷന്റെ അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കലാണ്. വിവാഹമെന്ന് പറയുന്ന അതിമനോഹരമായ വരിക്ക്, ആ വാക്കിനെ ചിന്താവിഷ്ടയായ സീതയെ കൊണ്ട് ആശാൻ പറയിപ്പിക്കുന്നുണ്ട്. പരിപാവനമാം വിവാഹമേ ശ്രുതിമന്ദാര മനോജ്ഞ പുഷ്പമായി ക്ഷിതിയിൽ കുളിരേകി നിന്റെ ഗതി കാണുക എത്ര അധപ്പതിച്ചു നീ. വിവാഹമെന്ന ആ മൂല്യമുണ്ടല്ലോ, ആ മൂല്യം കേവലം ഒരു 2 ശരീരങ്ങൾ ചേരാനും ഇണചേരാനുള്ള ഒരു ഏർപ്പാടാണ് വിവാഹമെന്ന് ധരിച്ചുപോയി. അങ്ങനെയാണെങ്കിൽ പന്തലും മാലയൊന്നും വേണ്ടല്ലോ, 2 സംസ്കാരങ്ങൾ ചേരലല്ലേ. ഈ താലി എന്ന് പറയുന്നത് കേവലം
ആലിലെ താലിന്റെ പാട്ടൊക്കെ നമ്മളുണ്ടെങ്കിലും ആലിലെയൊക്കെ സങ്കല്പത്തിൽ നമ്മൾ ഉണ്ടാക്കിയതാ. സത്യത്തിൽ താലി ഉണ്ടാക്കിയത് ഹൃദയത്തിന്റെ പ്രതീകമായിട്ടാണ്. ഭർത്താവിന്റെ ഹൃദയം ഭാര്യയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന പ്രക്രിയയാണ്. രണ്ട് ഹൃദയങ്ങൾ ചേരലാണ് ഒരു വിവാഹം. ഈ ഹൃദയം പറിച്ചെടുത്താൽ ചത്തുപോകുന്ന കൊണ്ടാണ് അതിന് പകരം പൊന്നു പോലത്തെ ഹൃദയമാണെന്ന് ബോധ്യപ്പെടുത്താൻ പൊന്നിന്റെ താലി ഉണ്ടാക്കിയിട്ട് ഭാര്യയുടെ ഹൃദയത്തോട് ഒട്ടിച്ചു വെക്കലാണ്. ഇവിടെ ഫെവിക്കോൾ കൊണ്ട് ഒട്ടാത്തത് കൊണ്ടാണ് നൂലുമ കെട്ടി കഴുത്ത് കെട്ടുന്നത്. ഇതിന്റെ അർത്ഥം അറിയാത്ത വിഡ്ഢികളാണ് വലിയ മാല വാങ്ങിയിട്ട് അതിന്മേൽ താലി കോർക്കും. എന്നിട്ട് മിക്ക ഭർത്താക്കന്മാരുടെയും മലയാളികളുടെ മിക്ക ഭർത്താക്കന്മാരുടെയും ഹൃദയം ഭാര്യയുടെ ഹൃദയത്തുമല്ല ഉദരത്തുമല ഉള്ളത്. നമുക്ക് വീട്ടിൽ പോയിട്ട് വലിയ താലി ഇവിടെയാണ് നിൽക്കേണ്ടത്. ഇതൊരു വികാരങ്ങൾ ചേരലാണ്, രണ്ട് സംസ്കാരങ്ങൾ ചേരലാണ്, രണ്ട് കുടുംബങ്ങൾ ചേരലാണ്, പുതിയ ബന്ധങ്ങൾ ഉണ്ടാവലാണ്. ആ വിവാഹ ബന്ധത്തിലൂടെയാണ് മനുഷ്യ സംസ്കാരത്തിന്റെ കുടുംബ ബന്ധങ്ങൾ, അച്ഛനമ്മ തുടങ്ങിയ ബന്ധങ്ങൾ ഉണ്ടായിയെടുക്കുന്നത്. ഇപ്പൊ പറയാ അതൊന്നും വേണ്ട, ഇത് തൊന്തരവാണ്, ജീവിതം തൊന്തരവായി മാറും, അതാ തുന്തനാനേന തോലഞ്ഞു പോകും. അതുകൊണ്ട് പിന്നെന്താ ലിവിങ് ടുഗദർ. എന്താ അഭിപ്രായം? ഞാനൊരു പഴഞ്ചനാണ്, എനിക്ക് ധൈര്യമുണ്ട്. കാരണം മാറേണ്ടത് ഒരുപാട് മാറണം. മാറാൻ പാടില്ലാത്തത് മാറാനും പാടില്ല. കുറെ കാലായില്ലേ കാല് താഴോട്ടും തല മേലോട്ടും ആക്കി നടക്കുന്നു. ഒരു മാറ്റം വേണ്ടേ? നടക്കുവോ? അച്ഛനെ അച്ഛാന്ന് വിളിക്കുന്നതിന് പകരം അച്ഛൻ മോനെ അച്ഛാന്ന് വിളിക്കണം, നടക്കുവോ? മാറാൻ പാടില്ലാത്തത് മാറുകയും മാറേണ്ടതൊന്നും മാറാതിരിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ സംസ്കാരം തകരാൻ കാരണം. അച്ഛനമ്മ കുടുംബ ബന്ധങ്ങളും വിവാഹ ബന്ധങ്ങളൊക്കെ മാറാൻ പാടില്ലാത്തതാണ്. അത് സംസ്കാരത്തിന്റെ ആർദ്രതയുടെ ഉറവിടമാണ്. കുടുംബമുണ്ടാവണം. കുട്ടികളുടെ ഹൃദയം വളരുന്നത് കുടുംബം, അച്ഛൻ അമ്മ എന്ന ബന്ധങ്ങളിലൂടെയാണ്, അവരുടെ സ്നേഹപ്രകടനങ്ങളിലൂടെയാണ്, അവരുടെ നാദങ്ങളിലൂടെയാണ്. അത് വേണ്ടേ? അതൊന്നും ഇപ്പോൾ ഇല്ല. അതൊന്നും വേണ്ട. എഴുന്നെങ്കിൽ ഒരു പയ്യനെ കണ്ട ഇഷ്ടപ്പെട്ടാൽ, ഏത് പെണ്ണിനെ കണ്ട ഇഷ്ടപ്പെട്ടാൽ എവിടെയെങ്കിലും ഒരു ഫ്ലാറ്റ് എടുക്കുക, വാടകയ്ക്ക് റൂം എടുക്കുക, ഇണചേർന്ന് രമിക്കുക, കുറെ കാലം കഴിഞ്ഞിട്ട് മടുത്താൽ രണ്ടും രണ്ട് ബൈക്ക് പോവുക. അതിലുണ്ടാകുന്ന കുട്ടികൾ ഓൻ്റെ അച്ഛൻ നോക്കുവോ? ഞാൻ പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ മീറ്റിംഗിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ അടുത്ത് തന്നെ ലിവിങ് ടുഗദറിലുള്ള അനാഥ കുട്ടികളെ പോറ്റാൻ വേണ്ടി പ്രത്യേക മന്ദിരം ഉണ്ടാക്കേണ്ടി വരും. ഈ കുട്ടികൾക്ക് അച്ഛനമ്മ എന്ന ബന്ധങ്ങളിൽ നിന്നെല്ലാം വിട്ടിട്ട് മൃഗങ്ങളെ പോലെ വളരണമെന്നാണോ പറയുന്നത്? അപ്പോ ഈ പാട്ട് വന്നതിന് ശേഷമാണ് ഈ ഒരു സ്വഭാവം കേരളത്തിലെ കുട്ടികളുടെ ഇടയിൽ വളർന്നത്. അപ്പൊ പാട്ട് വെറും തമാശ പാട്ടാണോ? പാട്ട് തമാശ കളിയാണോ? പാട്ട് നമ്മുടെ പുതിയ തലമുറയെ മെല്ലെ മെല്ലെ അരിച്ചരിച്ച് സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് പാട്ട് ഒരു പ്രധാന ഘടകം തന്നെയാണ്. അതുകൊണ്ട് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് എന്ന് പാടിക്കൊണ്ടിരിക്കുന്ന ഇവന്റെ ഉള്ളിൽ അത് ഓർമ്മ വരും. അതിങ്ങനെ അവന്റെ മനസ്സിൽ ഭീകരതയിലേക്ക് മാറിക്കൊണ്ടിരിക്കും. യാതൊരു തർക്കവുമില്ല. ഞാൻ എവിടെയും ബാധിച്ചു ജയിക്കും, അക്കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. അത് കുട്ടികളെ മനഃശാസ്ത്രപരമായി നെഗറ്റീവിലേക്ക് നയിക്കും. അതുകൊണ്ട് നാദം, നമ്മുടെ കുടുംബത്തിൽ നാദം വേണം. അതുകൊണ്ടാണ് മനസ്സാകുന്ന പത്മതീർത്ഥത്തെ ഉണർത്താൻ വേണ്ടി വയലാർ ആ പാട്ട് എഴുതിയത്. ആ ഗായത്രി മന്ത്രത്തെ കുറിച്ച് വയലാർ ഒരു പാട്ട് എഴുതിയല്ലോ. പത്മതീർത്ഥമേ ഉണരൂ, മാനസ പത്മതീർത്ഥമേ ഉണരൂ, അഗ്നിരഥത്തിലുദിക്കുമുഷസ്സിൻ അർഘ്യം നൽകൂ, ഗന്ധർവ സ്വരഗംഗയൊഴുകൂ, ഗായത്രികൾ പാടൂ. ഓം സത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഇതാണ് വേദങ്ങളുടെ മൂലമന്ത്രം. പാട്ട്. ഈ പാട്ടിലേക്ക് ഭാരതത്തിൽ ആദ്യത്തെയും അവസാനത്തെയും നോബൽ സമ്മാനം കിട്ടിയ കൃതി ഏതാ? ഗീതാഞ്ജലിയാണ്. ആദ്യത്തെയും അവസാനത്തെയും. അതെന്താ? ഗീതങ്ങളുടെ അഞ്ജലിയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഫിലോസഫി മുഴുവൻ എഴുതി വെച്ചിട്ട് കൊണ്ടു നടക്കുന്ന, എടുത്തു ഉപയോഗിക്കുന്ന കൃതിയുടെ പേരെന്താണ്? ഗീതയാണ്, അല്ലേ? ഗീതയാണ്. ഗീതാഞ്ജലിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗീതകം ഏതാണെന്നറിയാം? ശബ്ദവും സംഗീതവും തമ്മിലുള്ള ബന്ധത്തെ, ശബ്ദവും സംഗീതത്തെയും ഇത്രയും മനോഹരമായി ഉൾച്ചേർത്തുകൊണ്ട് അവതരിപ്പിച്ച ഒരു വരി ലോകത്തൊരു സാഹിത്യകൃതിയിലും ഞാൻ കണ്ടിട്ടില്ല. ഹേ മഹാപ്രഭോ, ടാഗോറിന്റെ ദൈവം ഏതെങ്കിലും ഒരു മതത്തിന്റെയോ ജാതിയുടെയോ പള്ളിയിലെയോ അരമനയിലോ അമ്പലത്തിലോ കുടിയിരിക്കുന്ന ആളല്ല. അമ്പലത്തിൽ ഇല്ലെന്നാ ടാഗോർ പറയുന്നത്. ടാഗോർ ഇത്രയും ധൈര്യത്തോട്, ഇന്നാണ് ടാഗോർ ഗീതാഞ്ജലി എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പേരിൽ കത്തിക്കുമായിരുന്നു.
നിമീലിതലോചനമൊന്നു തുറക്കൂ, നന്നായി നോക്കൂ. പൂട്ടിയ കണ്ണ് തുറക്ക്. കണ്ണ് പൂട്ടാൻ പറയുന്ന ഭക്തിയല്ല നമുക്ക് വേണ്ടത്, കണ്ണ് തുറക്കാൻ പറയുന്ന ഭക്തിയാ. എൻ്റെ കുടുംബത്തിൽ പണ്ട് കുറേ സ്ത്രീകള്, എൻ്റെ അമ്മയും എൻ്റെ ഭാര്യ, എൻ്റെ അമ്മയും എല്ലാം കൂടി ഗുരുവായൂർ തൊഴാൻ പോകുന്നു. അപ്പൊ എൻ്റെ മോൻ ചെറിയ മോനാ, മോൻ ഇപ്പം MSc പഠിക്കുക. അപ്പൊ അവനെയും കൂട്ടി അവൻ തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ അച്ഛ, ഇനി ജന്മത്തിൽ ഇവരെ കൂട്ടത്തിൽ അമ്പലത്തിൽ പോയില്ല. എന്താ? 4 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് നടേൻ്റെ മുമ്പിലെത്തിയത്. മൊബൈൽ അങ്ങ് കയറ്റാൻ വിടില്ല, അതുകൊണ്ട് ബോറടിച്ച് ചത്തുപോയി. എന്നിട്ട് അവിടെ എത്തിയിട്ട് ഒരു തമാശ കേൾക്കണോ? എന്താ? അവിടെ എത്തിയിട്ട് അമ്മമ്മയും അച്ഛമ്മയും കണ്ണും പൂട്ടി പ്രാർത്ഥിക്കുക. ഈ കണ്ണ് പൂട്ടാനാ പിന്നെ അവിടെ പോയി പൂട്ടണോ? വീട്ടിൽ നിന്ന് പൂട്ടിയാ പോരെ? അവിടെ കാണാനല്ലേ പോയേ എന്ന് എൻ്റെ മോൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. നിമീലിതലോചനമൊന്നു തുറക്കൂ, നന്നായി നോക്കൂ. പൂട്ടിയ കണ്ണുകൾ തുറന്നു നോക്കൂ. എവിടെയാ ദൈവം? കരിനില മുഴുവ കർഷകരോടും വർഷം മുഴുവൻ വഴി നന്നാക്കാൻ പെരിയ കരിങ്കൽ പാറ നുറുക്കിയൊരുക്കും പണിയാളരോടൊത്തും ചേർന്നമരുന്നു ദൈവം. മണ്ണാർന്നിരു കൈകളിലും കൂടെ ചെളിയിലിറങ്ങൂ, കളയൂ ശുഭ്രം വസ്ത്രം. മോക്ഷമാണല്ലോ നമ്മുടെ ഇവിടെ ഭാരതത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യം മോക്ഷമാണല്ലോ. കെട്ടും കെട്ടി ശബരിമലക്ക്. ആരെ കാണാൻ? സ്വാമിയെ കാണാൻ. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും, അല്ലേ? മോക്ഷം കിട്ടും. എന്നിട്ട് ഞങ്ങളുടെ നാട്ടിലെ ചില സ്വാമിമാര്, എല്ലാവരും അല്ലേ, ആരും ആക്ഷേപം പറയണ്ട, ചില സ്വാമിമാർ അവിടുന്ന് മോക്ഷം കിട്ടിയെങ്കിൽ, എനിക്ക് മനസ്സിലാവാത്തത്, അവിടുന്ന് മോക്ഷം കിട്ടിയെങ്കിൽ എന്തിനാ തിരിച്ചു വരുമ്പോ മാഹിയിൽ ഇറങ്ങിയിട്ട് മോക്ഷം വാങ്ങി സൈഡ് ബാഗിൽ വെക്കും. തേങ്ങ ഉടച്ച ഉടനെ കുടിക്കാൻ. മാഹിയിൽ ചെറിയ പൈസക്ക് മദ്യം കിട്ടും, പോണ്ടിച്ചേരി സ്റ്റേറ്റ് ആയതുകൊണ്ട്. മോക്ഷമാണ് എവിടെ? കൊതിയോ മുക്തിയിൽ, മുക്തിയിരിക്കുവതെവിടെ? നിനക്കെങ്ങത് കിട്ടും? സംസ്കൃതിയോട് സാക്ഷാൽ പ്രഭുവും സർഗത്തുടലാൽ കെട്ടുപിണഞ്ഞു കിടപ്പൂ. മതി നിൻ ധ്യാനം, മാറ്റൂ പൂജാപാത്രം, വസ്ത്രം കീറി മുഷിഞ്ഞതു മതി. നീ അദ്ദേഹത്തോട് കർമ്മവ്രതിയായി ചേരൂ. വേർപ്പൊഴുകട്ടെ, വേർപ്പൊഴുകട്ടെ, വേർപ്പൊഴുകട്ടെ. അധ്വാനിക്കുന്നവനാ മോക്ഷമെന്ന് പച്ചയിലെഴുതി വെച്ച ആ കൃതിയാണ് ഗീതാഞ്ജലി. അതിൽ ദൈവമെന്ത്? എവിടെയാണ് ദൈവം? അതിൽ മനോഹരമായിട്ട് ടാഗോർ പറയുകയാണ്, ഹേ മഹാപ്രഭു, അങ്ങയുടെ സംഗീതമാണ്, അങ്ങയുടെ സംഗീതമാണ് അനുഗ്രഹം. പക്ഷേ ആ സംഗീതം പോലെ പാടാൻ ഞാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോകുന്നു. എനിക്കതുപോലെ പാടാൻ കഴിയുന്നില്ല. ആ സംഗീതം പോലെ പാടാനാണ് ഓരോ ഗായകനും പരിശ്രമിക്കുന്നത്. ഞാനറിവീല ഭവാന്റെ മോഹനഗാനാലാപന ശൈലീ, നിഭൃതം ഞാനതു കേൾപ്പൂ സതതം, നിതാന്ത വിസ്മയശാലീ. ഉദയദ്ഗാന പ്രകാശകലയാൽ ഉജ്വല ശോഭം ഭുവനം. അവിടെയാണ് ഉദയദ്ഗാന പ്രകാശം. ഈ ഉദിച്ചു വരുന്ന, കിഴക്ക് നിന്ന് ഉദിക്കുന്ന ആ പ്രകാശം ഒരു ഗാനമാണ്. സംഗീതത്തെയും പ്രകാശത്തെയും കൂട്ടിച്ചേർക്കുന്ന ഒരത്ഭുത രസതന്ത്രമാണ് ആ കാവ്യത്തിൽ, ആ ഗീതകത്തിൽ പറയുന്നത്. ഉദയദ്ഗാന പ്രകാശകലയാൽ ഉജ്വല ശോഭം ഭുവനം, അലതല്ലിടുകയാണധിഗഗനം വായുവിലീശ്വരചലനം. അലിയിക്കുന്നു ശിലകളെ ഈശ്വരഗംഗാസരഭസഗമനം. പാടണമെന്നുണ്ടീ രാഗത്തിൽ, പാടാൻ സ്വരമില്ലല്ലോ. പറയണമെന്നുണ്ടെന്നാൽ അതിനൊരു പദം വരുന്നീലല്ലോ. പ്രാണനുറക്കെ കേണീടുന്നു പ്രഭോ. അതിലേറ്റവും എനിക്ക് രോമാഞ്ചമുണ്ടാക്കിയ വരിയാണത്. പ്രാണനുറക്കെ കേണീടുന്നു പ്രഭോ. പരാജിത നിലയിൽ നാദത്തിൽ ദൈവത്തെ ഉണർത്തുകയാണ്. മദീനയിൽ മുഴുവൻ മനുഷ്യർക്കും ഭ്രാന്തളകുന്ന ഒരു ദിവസം ഉണ്ടാകുമായിരുന്നു, മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ ഈ ലോകത്തുനിന്ന് ഇഹലോകവാസം വെടിഞ്ഞ ദിവസം അദ്ദേഹം
പോയി എന്ന വാർത്ത അറിഞ്ഞിട്ട് മദീനയിൽ ആരും പ്രതികരിക്കുന്നില്ല, പൊട്ടിക്കരയുന്നില്ല. കാരണം അവർ സ്തംഭിച്ചുപോയി. അവർക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. അവരെല്ലാം മാനസിക രോഗികളാകുമായിരുന്നു. സങ്കടം വന്നാൽ ഒന്ന് കരയണ്ടേ? ഈ മരിച്ച വീട്ടിൽ പോയിട്ട് കരയല്ലേ കരയല്ലേ എന്ന് പറയുന്ന ഭീകരന്മാരെ കാണുമ്പോൾ അടി കൊടുക്കണം അവർക്ക്. പിന്നെ എപ്പ കരയാ? ജനിച്ചാലോ? മരിച്ച വീട്ടിൽ പോയിട്ട് ബന്ധുക്കളെ പോയിട്ട് കരയല്ല മോനെ പിന്നെ കരയണ്ടെന്ന്. കരയേണ്ട സമയത്ത് കരയണം, ചിരിക്കേണ്ട സമയത്ത് ചിരിക്കുകയും വേണം. വേണ്ടേ? ചിരിക്കേണ്ട സമയത്ത് ചിരിക്കണ്ടേ? അതാണ്. കഴിഞ്ഞ ഒക്ടോബർ 1 എൻ്റെ നാട്ടിലൊരു സ്കൂളിൽ വയോജന സംഗമം നടത്തി. അപ്പൂപ്പൻ അമ്മൂമ്മ, ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ സംഗമം. ഭയങ്കര ആള്. ഈ പ്രായമുള്ള മനുഷ്യർക്ക് മക്കള് പഠിക്കുന്ന സ്കൂളൊന്ന് പോകാൻ കിട്ടിയ ചാൻസിന് എല്ലാവരും വന്നു. രക്ഷിതാക്കളെ വിളിച്ചാൽ ഇത്ര ആള് വരില്ല. എല്ലാവരും വന്നു. എല്ലാവരും വന്നിട്ട് അധ്യക്ഷ പ്രസംഗം നടത്തുക ബിന്ദു ടീച്ചർ. ടീച്ചർ പറഞ്ഞു, വയോജനങ്ങളെ സ്നേഹിക്കണം, സഹായിക്കണം, പരിഗണിക്കണം എന്ന് പറയുന്ന കൂട്ടത്തിൽ ടീച്ചർ പറഞ്ഞൊരു വാക്ക്, സ്ഥിരം കേൾക്കുന്ന ക്ലീശേ ഒരു ഉദാഹരണമില്ലേ? പഴുത്ത പ്ലാവിലെ വീഴുമ്പോൾ പച്ചപ്ലാവിലെ ചിരിക്കും. പക്ഷെ ഈ പച്ചപ്ലാവിൽ ഓർക്കണം, നീയും ഇതുപോലൊരു കാലം പഴുത്തു വീഴുമെന്ന് കുട്ടികളോട് പറഞ്ഞപ്പോൾ ഒരു പയ്യൻ എഴുന്നേറ്റ് ഒരു ചോദ്യം, ടീച്ചറെ ഒരു സംശയം. എന്താ? ഈ പഴുത്ത പ്ലാവിലെ വീഴുമ്പോൾ പച്ചപ്ലാവിലെ ചിരിക്കാതിരുന്ന പഴുക്കാണ്ടിരിക്കുവോ? എന്തായാലും പഴുക്കൂലേ, പിന്നെ ചിരിക്കുന്നില്ലേ നല്ലതല്ലേ? ചിരിക്കേണ്ടടുത്ത് ചിരിക്കാനും കരയേണ്ടടുത്ത് കരയണ്ടേ? കരയണം, കരയേണ്ടടുത്ത് കരയണം. മരണ വീട്ടിൽ കരയണം. പിന്നെ അവിടെ കരയരുതെന്ന് പറയുന്നത് തെറ്റാണ്. എല്ലാവരും കരഞ്ഞെങ്കിൽ അവിടെ എല്ലാവർക്കും ആശ്വാസമാവും. കണ്ണുനീരായി പുറത്തേക്ക് കളയണ്ടേ? നമ്മുടെ മതം വികാര വിരേചനമാണ്, കഥാർസിസ് ആണ് കലയുടെ ലക്ഷ്യമെന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞതാണ്. കേൾക്കണം, കരയണം. രമണൻ വായിച്ചിട്ട് കരഞ്ഞിട്ടാണ് കേരളത്തിലെ പ്രണയികളുടെയൊക്കെ സങ്കടങ്ങൾ, ആത്മഹത്യകൾ, ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ആത്മഹത്യ, ആ ആത്മഹത്യയുടെ കഥ കേട്ടിട്ട് കേരളത്തിൽ ആയിരക്കണക്കിന് യുവാക്കൾ ആത്മഹത്യ ചെയ്യാതിരുന്നിട്ടുണ്ട്. അറിയണം. ആത്മഹത്യയുടെ കഥ കേട്ടിട്ട്, രമണൻ മരിച്ചത് കണ്ടിട്ട് ആരും മരിച്ചിട്ടില്ല. രമണൻ വായിച്ച കഥകൾ കേട്ടിട്ട് കരളുരുകി കരളുരുകി കരയരുതെന്നാരും എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു. എല്ലാവരും കരഞ്ഞത് കൊണ്ട് ദുഃഖങ്ങൾ, പ്രണയിനി ചതിച്ചതിന്റെ ദുഃഖങ്ങളെല്ലാം കരഞ്ഞു തീർത്ത കാമുകന്മാർക്ക് വികാര വിരേചനം നടത്തുമ്പോ പ്രശാന്തതയിൽ അവർക്ക് ആശ്വസിക്കാൻ പറ്റി. കരഞ്ഞെന്നെ തീർക്കണം, കരഞ്ഞു തീർക്കണം. നമ്മുടെ ഉള്ളിലുള്ള മതം പുറത്തേക്ക് ഒഴുക്കാൻ വേണ്ടി പ്രകൃതി കണ്ടെത്തിയിരിക്കുന്ന സൂത്രമാണ് കണ്ണുനീരായിട്ട് അത് ഒഴുക്കി. അഡ്രിനാലിൻ ദ്രാവകം തലയിലേക്ക് എരച്ചു കയറുമ്പോഴാണ് നമുക്ക് വികാരങ്ങൾ ഉണ്ടാവുക. ആ ദ്രാവകം പുറത്തേക്ക് കളയാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു പ്രകൃതിദത്തമായ റെമഡിയാണ് കണ്ണീരായിട്ട് ഒഴുക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് കരയണം. കരയാതിരിക്കുന്ന പുരുഷന്മാർക്ക് അറ്റാക്ക് കൂടുതൽ കാരണം അവർ കരയാൻ മടിച്ചിട്ടാണ്. കരയണം. സ്ത്രീകൾക്ക് അറ്റാക്ക് കുറയാൻ കാരണം കരയാനുള്ള ഒരു ചാൻസും കളയാറില്ല എന്നതുകൊണ്ടാണ്. എൻ്റെ നാട്ടിലൊക്കെ 5 ട്രിപ്പൊക്കെ കരയും ഒരു മരിച്ച വീട്ടിലെ സ്ത്രീകൾ. മരിച്ച ഉടനെ കരഞ്ഞ് സമാധാനമായി ഇരുന്ന് കുറച്ച് കഴിഞ്ഞ് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിരിക്കുമ്പോഴാണ് അനിയത്തി വരിക. അനിയത്തി വരുമ്പോൾ കരയുമ്പോൾ ഒന്നിച്ച് കരഞ്ഞു കൊടുക്കണ്ടേ? കുറച്ച് കഴിഞ്ഞ് സഹോദരൻ വന്ന് അവനെ കാണുമ്പോൾ ഒന്ന് കരഞ്ഞ്, കുളിപ്പിക്കാൻ എടുക്കുമ്പോൾ ഒരു കരച്ചൽ, കുഴിയിലേക്ക് എടുക്കുമ്പോൾ ഒരു കരച്ചൽ. 5 ട്രിപ്പായി. പുരുഷന്മാർ സങ്കടം വന്നാൽ കരഞ്ഞ ഡീസന്റ് പോയി പോന്ന് കരുതിയിട്ട് സങ്കടം വരാൻ ഒറ്റ മാർഗ്ഗേ ഉള്ളൂ, കണ്ണുനീര് ഒഴുക്കുക. പക്ഷെ സിട്ടിയിൽ പറ്റിയ ഒരു അബദ്ധം, കണ്ണിനും മൂക്കിനും കൂടി ഒരു ഗേറ്റേ ഉള്ളൂ. കണ്ണിന്റെ ഗേറ്റ് തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി മൂക്കിലൂടെ വെള്ളം വരും. അപ്പൊ ഈ ശബ്ദം കേട്ടിട്ടാണ് കരയുന്ന അടുത്തുള്ള ആൾ അറിയാം. അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് വിചാരിക്കും ഞാൻ കരഞ്ഞാൽ ഡീസന്റ് പോയി പോയില്ലേ. അതുകൊണ്ട് ആണുങ്ങൾ സങ്കടം വന്നാൽ